പ്രേക്ഷകർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു പ്രഭാതം ഇവിടെ കനകക്കുന്നിൽ നിന്നും ഞങ്ങൾ എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇന്ന് ഏപ്രിൽ 1 പുതിയൊരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കമാണ്. നമ്മുടെയൊക്കെ കുടുംബ ബജറ്റ് തിരുത്തി എഴുതേണ്ട ദിവസമാണിന്ന്. അതായത് സംസ്ഥാന ബജറ്റിൽ അടക്കം പ്രഖ്യാപിച്ച സെസ് വർധന, ഇന്ധനവില സെസ് ഉള്ളത് ഇന്ന് പ്രാബല്യത്തിൽ വരികയാണ്. പെട്രോളിനും ഡീസലിനും 2 രൂപയാണ് ഇന്ന് അധികമായി നമ്മൾ കൊടുത്തു തുടങ്ങേണ്ടത്. അതായത് ആര്യ സൂചിപ്പിച്ച പോലെ കുടുംബ ബജറ്റുകൾക്ക് ഒരു പ്രത്യേക തയ്യാറെടുപ്പ് ഈ സാമ്പത്തിക വർഷം തൊട്ട് വേണ്ടിവരും. കാരണം കുറേ നമ്മൾ ചർച്ച ചെയ്തതാണ്. സംസ്ഥാന ബജറ്റിലെ ചില നികുതി നിർദ്ദേശങ്ങളുണ്ട്, ഒപ്പം കേന്ദ്ര ബജറ്റിന്റെ നികുതി നിർദ്ദേശങ്ങളുണ്ട്, സർക്കാരിന്റെ വിവിധ ഫീസ് ഇനങ്ങൾ വർധനവ് വരുന്നുണ്ട്, ഭൂമിയുടെ ന്യായവില വർദ്ധിച്ചിട്ടുണ്ട്, അതോടൊപ്പം അവശ്യ മരുന്നുകളുടെ വില വർധനവുണ്ട്. അതും സാധാരണക്കാരെ വല്ലാതെ ബാധിക്കും. അതോടൊപ്പം വാഹനങ്ങളുടെ നിരക്ക് വർദ്ധിക്കുകയാണ്. അങ്ങനെയുണ്ട്. മദ്യപന്മാർക്കും തിരിച്ചടിയുണ്ട്. 20 രൂപയാണ് വിദേശ മദ്യത്തിന്റെ കുപ്പിക്ക് നിരക്ക് ഉയരാൻ പോകുന്നത്. ഈ തരത്തിലും അത് തിരക്കുണ്ട്. ഒപ്പം തന്നെ റോഡിലൂടെ ഇങ്ങനെ പായുന്നവർക്ക് ടോൾ നിരക്കിലും കേന്ദ്ര ബജറ്റ് മൂലം തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതും ഇന്നു മുതൽ പ്രാബല്യത്തിലാകുന്നു എന്ന വലിയ വെല്ലുവിളിയുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങളുടെ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാമെന്ന ദിവസം കൂടിയാണിന്ന്. എന്തായാലും ഈ നിരക്കുകൾ ഇന്ന് നിലവിൽ വരുന്നു എന്നാണ് പ്രത്യേകത. എന്താണ് അപ്പോൾ ഈ ജനങ്ങളുടെ പ്രതികരണങ്ങൾ അത് നമ്മൾ തത്സമയം ചോദിച്ചറിയുന്നുണ്ട്. മാർക്കറ്റിൽ നിന്നും പെട്രോൾ പമ്പിൽ നിന്നും ഒക്കെ നമ്മളുടെ പ്രതിനിധികൾ ആ ഒരു പ്രതികരണവുമായി ഇന്ന് ഈ പ്രഭാത കേരളത്തിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ UDF ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. ഈ ഒരു ഇന്ധനവില വർധനവിൽ അടക്കം പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ പ്രതിഷേധ ധർണകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. ഒപ്പം തന്നെ ഈ സജി ഗോപിനാഥ് ഇന്ന് സാങ്കേതിക സർവകലാശാല VC ചുമതല ഏറ്റെടുക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. നമ്മൾ കണ്ടതാണ്. വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. ഒടുവിൽ ഗവർണർ അയഞ്ഞു. ഒടുവിൽ സാങ്കേതിക സർവകലാശാല VC സജി ഗോപിനാഥ് ഇന്ന് ചുമതല ഏറ്റെടുക്കുകയാണ്. വൈക്കത്തേക്ക് പോയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന്റെ തുടർച്ച ഇതുണ്ടാവുന്നുണ്ട്. അതായത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി വാർഷികം, അതിന്റെ ഉദ്ഘാടനത്തിന് സർക്കാരിന്റെ ഉദ്ഘാടനത്തിന്, സർക്കാർ തല പരിപാടികളുടെ ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും നമ്മുടെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അവർ രണ്ടുപേരും ചേർന്നാണ് ഇന്ന് ആഘോഷ പരിപാടികൾ അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. വലിയ വാർത്തയാണ്, വലിയ ആഘോഷമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. അതെ, അങ്ങനെ സമഗ്രമാണ് ഇന്നത്തെ വാർത്താ ദിനം. എന്തായാലും നികുതി വർധനവ്, വിവിധ ചാർജുകളുടെ വർധനവ് ഒക്കെ ജനങ്ങൾക്ക് ഇരുട്ടടിയാകുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എന്താണ്, ഒപ്പം തന്നെ ഈ നിരക്ക് വർധനവ് ഏതു തരത്തിലാണ് ബാധിക്കുക തുടങ്ങിയ വിശദമായ പരിശോധന പ്രഭാത കേരളം ഇന്ന് നടത്തുന്നുണ്ട്. അതിലേക്കൊക്കെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി കനകക്കുന്നിന്റെ ഒരു പ്രഭാത കാഴ്ചകളിലൂടെയായിരിക്കും ഇന്ന് പ്രഭാത കേരളം കടന്നു പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഈ വാർത്തയുടെ വിശദമായ തലങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം ടോപ്പ് ഹെഡ്ലൈൻ. അപ്പം നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. വിവിധ നിരക്കുകളിലുള്ള വർധനവ്, ചാർജ് വർധനവ്, ഒപ്പം തന്നെ ജനത്തിന് തിരിച്ചടിയാവുന്ന ഈ മാറ്റങ്ങൾ എങ്ങനെ പ്രകടമാകുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എന്താണ്, വിവിധ മേഖലകളുടെ സാഹചര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. തിരുവനന്തപുരത്ത് VV വിനോദുണ്ട്, കൊച്ചിയിൽ ഡാനി പോൾ ഉണ്ട്, കോഴിക്കോട് അശ്വിൻ വല്ലത്തുമുണ്ട്. അവര് മാർക്കറ്റിൽ നിന്നും പമ്പുകളിൽ നിന്നും അങ്ങനെ ജനങ്ങളുടെ വികാരത്തിനൊപ്പമായിരിക്കും ഇന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരാൻ പോകുന്നത്. അപ്പോൾ ഓരോ റീജിയണിലേക്കും നമുക്ക് എത്താം. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം അല്ലേ? വിനോദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിനോദ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് തലസ്ഥാനത്തെ സംബന്ധിച്ചെന്ന് മാത്രമല്ല കേരളത്തിൽ പൊതുവിൽ ജനജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഈ നിരക്ക് വർധനവ് വരുന്നു എന്നതാണ് ഇന്നത്തെ വാർത്താ ദിനത്തിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നതും ഈ നികുതി വർധനവും ജനത്തിന് തിരിച്ചടിയാവുന്ന തീരുമാനങ്ങളുമാണ്.
എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം വിനോദ്? ഒപ്പം തന്നെ ഈ നികുതി വർധനവ് ഏത് തരത്തിലായിരിക്കും ജനങ്ങളെ ബാധിക്കുക? ഒപ്പം ഇതിൽ ഇന്ന് നടക്കാൻ പോകുന്ന പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങളും എങ്ങനെയായിരിക്കും വിനോദ്? വിനോദ് കേൾക്കുന്നുണ്ടോ? വിനോദ്, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പറഞ്ഞു വരികയായിരുന്നു ഈ സംസ്ഥാനത്തിന്റെ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ, ജനജീവിതം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടാകുമല്ലോ വിനോദ്. അതായത് ഈ നികുതി വർധനവ്, വിവിധ ചാർജുകളുടെ വർധനവൊക്കെ ജനങ്ങളെ എങ്ങനെയായിരിക്കും ബാധിക്കുക? അത് ജനങ്ങളുടെ പ്രതികരണമായി തന്നെ ഇന്ന് പുറത്തു വരാൻ ഇടയുണ്ടോ? ഒപ്പം തന്നെ ഇതിനെതിരെ നടക്കുന്ന മറ്റ് പ്രതിഷേധ പരിപാടികൾ, ഇതിന്റെയൊക്കെ ഒരു പൊതുചിത്രം എങ്ങനെയാണ് വിനോദ്? സൈത്ത് ആര്യ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നൊരു ശുഭദിനം എന്ന് പറയുന്നെങ്കിലും സാധാരണ നിലയിൽ മലയാളിയുടെ ജീവിതത്തെ കൂടുതൽ പൊള്ളിക്കുന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു. കേന്ദ്ര സർക്കാർ അടിക്കടി ഇന്ധനവില വർധന ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ പാചകവാതക സിലിണ്ടറിൻ്റെ, അത് ഗാർഹിക സിലിണ്ടറാകട്ടെ വാണിജ്യ സിലിണ്ടറാകട്ടെ, അതിനൊക്കെയും അടിക്കടി വില കൂടുന്ന സാഹചര്യം. അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ കൂടി ജനങ്ങളെ കൂടുതൽ പരീക്ഷിക്കുന്നു. വില വർധന വരുന്നു. ബജറ്റ് നിർദ്ദേശപ്രകാരമുള്ള നികുതി വർധനകൾ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ തിരുവല്ലത്താണ്. നമ്മൾ രാവിലെ ലൈവിൻ്റെ ഭാഗമായി തിരുവല്ലത്തേക്ക് വന്നതാണ്. തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ഒരു ടോൾ പ്ലാസയാണ് തിരുവല്ലം. അടുത്തിടെ വന്നതാണ്. ഇന്ന് ടോളുകൾ ആദ്യം തന്നെ നിരക്ക് കൂടുന്നു. രാവിലെ യാത്രക്കാരൊക്കെയും പലവിധ ആവശ്യങ്ങൾക്ക് പോകുന്നവരൊക്കെയും ഉണ്ട്. ഇന്ന് ഈ സംസ്ഥാന വ്യാപകമായി തന്നെ ടോളുകളിലെല്ലാം എല്ലാ തരത്തിലുള്ള വാഹനങ്ങൾക്കും നിരക്ക് വർദ്ധിക്കുകയാണ്. അത് പൊതുവിലുള്ള ഒരു തീരുമാനമാണ്. രാജ്യത്താകെയും തന്നെയും വരുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുള്ള ടോളുകളിലും ഇത്തരത്തിലുള്ള വർധനകൾ അടിക്കടി ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ചെറിയ വാഹനങ്ങൾക്ക്, കാറ്, ജീപ്പ് തുടങ്ങിയ ചെറുവാഹനങ്ങൾക്ക് 110 രൂപയാണ് ടോള് ഉയരുന്നത്. പല സ്ഥലത്തും വ്യത്യസ്തമായ നിരക്കിലാണ്. ഇപ്പോൾ തന്നെ 70 മുതൽ 90 വരെ പലയിടങ്ങളിലും ഈടാക്കുന്നുണ്ട്. ഇത് ഈ 70 രൂപ ഈടാക്കിയിരുന്ന ചില സ്ഥലങ്ങളിൽ 10 രൂപയുടെ വർധന വരുത്തുന്ന സ്ഥലങ്ങളുണ്ട്. അത് 110 വരെ ഉയരുന്ന കേന്ദ്രങ്ങളുമുണ്ട്. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് 340 രൂപയാണ് ടോള് കടന്നു പോകുന്നതിന് നൽകേണ്ടി വരിക. വലിയ വാഹനങ്ങൾക്ക് 515 രൂപയും ചെറിയ വാണിജ്യ വാഹനങ്ങൾക്ക് 165 രൂപയും. ഈ നിലയ്ക്കാണ് ടോളുകളിലെ മാറ്റം. ഇനി നമ്മൾ ഈ നികുതി നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട കണക്കുകളിലേക്ക് വരാം. അതിൽ ഈ മദ്യപിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണ്. നേരത്തെ തന്നെ വന്നതാണ്, ബജറ്റ് പ്രഖ്യാപനമായി വന്നതാണ്. അതിൽ ഇന്ന് തീരുമാനമുണ്ടാകുന്നു. 500 രൂപയ്ക്ക് മുകളിൽ 1000 രൂപയ്ക്ക് താഴെ വരെ, അതായത് 999 രൂപ വരെയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു കുപ്പിക്ക് 20 രൂപയും 1000 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് ആദ്യത്തേത് 10 രൂപയാണ്, രണ്ടാമത്തേതിൽ 20 രൂപയും സെസ്സായി വരുന്നുണ്ട്. പെട്രോളിനും ഡീസലിനും 2 രൂപ ഇന്ന് വർദ്ധിക്കുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് വലിയ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകല കാര്യങ്ങൾക്കും വില കൂടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറും. 2 രൂപയാണ് ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിഹിതമായി ഇന്ധന വില വർധനയിൽ വരുന്ന മാറ്റം. മദ്യസെസ് വഴി 400 കോടിയും ഇന്ധന സെസ് വഴി 750 കോടിയും ഖജനാവിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്ഷേമ പെൻഷൻ നൽകാനുള്ള സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ടിലേക്കാണ് സെസ് തുക പോകുന്നത്. ഭൂമിയുടെ ന്യായവില, വാഹന നികുതി തുടങ്ങിയവയും ഇന്ന് വർദ്ധിക്കുന്നുണ്ട്. ന്യായവില 20% വർദ്ധിക്കുക. ഉടനാധാരം രജിസ്ട്രേഷൻ ഒഴിവുകുറികൾക്ക് 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് നൽകണം. വസ്തുനികുതി 5% വർദ്ധിക്കും. വാണിജ്യ വ്യവസായ യൂണിറ്റുകൾക്കുള്ള വൈദ്യുതി തീരുവയിൽ 5% വർധന. ഇരുചക്ര വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി 2% കൂടും. 2000 മുതൽ 4000 രൂപ വരെയാകും വില വർധന. 5 ലക്ഷം വരെ വിലയുള്ള കാറുകൾക്ക് 1% നികുതി വർധന. 5 മുതൽ 15 ലക്ഷം വരെ വിലയുള്ള വാഹനങ്ങൾക്ക് 2% നികുതി കൂടും. 15 മുതൽ 20 ലക്ഷം രൂപ വരെ, 20 മുതൽ 30 ലക്ഷം രൂപ വരെ വിലയുള്ളവ, 30 ലക്ഷത്തിന് മുകളിലുള്ളവ എന്നിവയ്ക്കും ഓരോ % നികുതി കൂടും. ഇതിലൂടെ 432 കോടി രൂപയാണ് അധിക വരുമാനമായി സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം സജിത്ത്,
ഇതിനെതിരെ ഈ പ്രതിഷേധങ്ങൾ കൂടി വരുന്നുണ്ട്. നമുക്ക് അറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരു സർക്കാരുകളും, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇങ്ങനെ നികുതി വില കൂട്ടുമ്പോൾ സംസ്ഥാനത്ത് പ്രതിഷേധത്തിലേക്ക് വരാം. വിനോദ് ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്ക് ഈ പ്രതിഷേധ വിഷയങ്ങളിലേക്കൊക്കെ മടങ്ങി വരാം. അതിനു മുമ്പ് നമുക്ക് ജനജീവിതത്തെ ഏറ്റവും ദുസ്സഹമാകുന്ന ഈ തീരുമാനങ്ങളിലൊന്ന് എനിക്ക് തോന്നുന്നു ഇന്ധനവില വർധനവ് തന്നെയാണ്. കൊച്ചിയിൽ ഡാനി പോൾ ഉണ്ട്. ഡാനി, ഗുഡ് മോർണിംഗ്. നേരത്തെ വിനോദ് പറഞ്ഞ പോലെ ഇന്ന് അത്ര ശുഭദിനമല്ലാത്ത ദിവസമാണ് കേരളത്തെ സംബന്ധിച്ച്. കാരണം പലപ്പോഴും ഈ ഇന്ധനവില വർധനവ് ഉണ്ടാവുന്നത് കേന്ദ്ര സർക്കാർ തീരുമാനം കൊണ്ടാണ്. പക്ഷേ ഇത്തവണ കേരളത്തിൽ ഇന്നു മുതൽ ഇന്ധനത്തിന് വില വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ സെസ് ഏർപ്പെടുത്തിയത് കൊണ്ടാണ്. സ്വാഭാവികമായും ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും പ്രസക്തമായിരിക്കുമല്ലോ. എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ ലഭ്യമാവുന്നുണ്ടോ ഡാനി? സജിത്ത്, ആര്യ, ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. ഇന്ന് നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ അത്ര കണ്ട ശുഭകരമായ ഒരു ദിവസത്തിലേക്കല്ല നമ്മൾ കടക്കുന്നത്. കാരണം ഒരു സമസ്ത മേഖലകളിലേക്കും വിലക്കയറ്റത്തിന് കാരണമാകുന്ന ചില തീരുമാനങ്ങൾ നടപ്പാകുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മൾ പെട്രോൾ ബങ്കിലാണുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പല മേഖലകൾ, സമസ്ത മേഖലകൾ നിത്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ കാരണമാകുന്നത് പലപ്പോഴും ഈ ഇന്ധനവില വർധനവ് തന്നെയാണ്. അതിലിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിലക്കയറ്റം ഈ ഇന്ധന വില അതിൻ്റെ ഒരു കയറ്റം കുറച്ച് ഒന്ന് അടങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ 2 രൂപ അതിൽ കൂടുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന, പ്രത്യേകിച്ച് സാമൂഹ്യക്ഷേമ കാര്യങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന തുക കണ്ടെത്തുന്നതിനും മറ്റുമായിട്ടാണ് ഈ ഒരു വില വർധനവിലേക്ക് അടക്കം വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം, പല മേഖലകളിലും തന്നെയും രൂക്ഷമായ രീതിയിൽ അല്ലാതെ തന്നെ വിലക്കയറ്റങ്ങൾ ഉണ്ടാകുന്നൊരു കാലത്താണ് ഇപ്പോൾ 2 രൂപ വെച്ച് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. കൊച്ചിയിൽ ഇതനുസരിച്ച് പെട്രോൾ 105.59 ആയിരുന്നത് ഇപ്പോൾ 107.61 വന്നിരിക്കുന്നു. ഡീസലിന് 94.53 ആയിരുന്നെങ്കിൽ അത് 96.54 വന്നിരിക്കുന്നു. അങ്ങനെ വിലക്കയറ്റം അതിന് ഒരു പരിധിവരെയെങ്കിലും വലിയ രീതിയിലേക്ക് കാരണമാകുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഇന്ധനവില എത്തിയിരിക്കുന്നു എന്നതാണ്. അത് ഇപ്പോൾ രാവിലെ ഇവിടേക്ക് ആളുകൾ എത്തുന്നു. ഇതിൽ പലർക്കും തന്നെയും പ്രത്യേകിച്ച് കാരണം ഇത് നേരത്തെ പ്രഖ്യാപിച്ചൊരു കാര്യമായതുകൊണ്ട് ഈ ദിവസങ്ങളിലേക്ക് അതിൻ്റെ ഒരു നടത്തിപ്പ് ഈ ദിവസങ്ങളിലേക്കാണ് കൂടുതലായും തന്നെയും വില വർധനവ് എത്തുന്നത്. ഇന്നു മുതലാണ് പ്രാബല്യത്തിലാകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഇന്നു മുതൽ വില വർദ്ധിക്കുന്നു എന്നൊരു തിരിച്ചറിവിലേക്ക് എത്തിയിട്ടില്ല. കാരണം 2 രൂപ വെച്ച് കൂടുന്നു എന്ന നേരത്തെ ഇവിടെ വന്നു പോയവരോട് സംസാരിച്ചപ്പോഴെല്ലാമാണ് പലരും തന്നെ ഇന്ന് തിരിച്ചറിയുന്നു എന്നതാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വലിയ രീതിയിൽ സാധാരണ രീതിയിൽ ഓരോ ദിവസം എന്ന പോലെ വില വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമായിരുന്നു. പലപ്പോഴും ഇതിൻ്റെ എല്ലാം തന്നെ ഇവിടെ ഒരു പ്രൈസ് ടാഗ് ഒട്ടിച്ചിട്ട് അത് ഓരോ ദിവസത്തെയും വില അതിങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അത് കുറച്ചൊക്കെ നാളുകളായിട്ട് അതില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇത്തരമൊരു വർധനവിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് അടക്കം എത്തിയിരിക്കുകയാണ്. എന്തായാലും സാധാരണക്കാരെ അത് നേരിട്ട് ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് അടക്കമാണ് എത്തിയിരിക്കുന്നത്. ഒരു ഓട്ടോറിക്ഷ, ടാക്സി ആ മേഖലകളിലാണ് കൂടുതലായും അതിൻ്റെ ഒരു തിരിച്ചടികളോ പ്രതിഫലനങ്ങളോ എല്ലാം തന്നെ ഉണ്ടാകാനായിട്ട് പോകുന്നത്. ഇവിടെ രാവിലെ മുതൽ എത്തിയ ആളുകളുണ്ട്. എങ്ങനെ ഇന്ന് മുതൽ 2 രൂപ കൂടുകയാണ്? സർക്കാരിന്റെ സാമൂഹ്യ ദൃശ്യമല്ലേ കിടക്കട്ടെ, സഹകരിക്കാണ്ട് പറ്റില്ലല്ലോ. എങ്ങനെ സാധാരണ ഒരു വിലക്കയറ്റം ഉണ്ടാകുന്ന സാധ്യത അങ്ങനെയൊക്കെ കാണുന്നുണ്ടോ? ഏത് രീതിയിൽ? എല്ലാ രീതിയിലും വിലക്കയറ്റം വരും. ഡീസലിനും പെട്രോളും വില കൂടിയാൽ എല്ലാ സാധനങ്ങൾക്കും നിത്യോപസാധനം കടക്കാം, എല്ലാത്തിനും വില കൂടും. കഴിഞ്ഞ കുറച്ച് നാളുകളെ അങ്ങനെ ഒരു വിലക്കയറ്റം ഇല്ല, വർധനവില്ലാതിരിക്കുന്ന മേഖലയായിരുന്നു. അതെ അതെ, ഇപ്പൊ ആയില്ലേ, സന്തോഷമായില്ലേ, ഹാപ്പിയായി. ഓക്കെ, അതെ. കാരണം ഈ രീതിയിലേക്ക് ഒരു പ്രതികരണങ്ങൾ പലപ്പോഴും വളരെ നിസ്സംഗമായും ആണ് ഉള്ളത്. ചേട്ടാ, ഇന്നു മുതൽ വില കൂടുകയാണ്. എല്ലാത്തിനും വില കൂടിയിട്ടുണ്ടല്ലോ. ഇത് എന്തു പറയാൻ, നമുക്കൊന്നും ചെയ്യാനല്ല, ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യണം. അതിലെന്തെങ്കിലും ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഒരു ഓർഡർ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏത് ഗവൺമെൻറ്റിനായിട്ട് നമ്മളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഗവൺമെൻറ് തീരുമാനിക്കണം ഇനി എന്ത് വേണമെന്ന്. നമ്മൾ വേറെ ഒന്നും പറയാൻ പറ്റില്ല. ശമ്പളവും കാര്യങ്ങളൊക്കെ കൂട്ടണമെന്ന് പറയുന്നത്, ശമ്പളം കൂട്ടാൻ പറഞ്ഞാൽ അത് ചിലപ്പോൾ നടക്കില്ല.
മറ്റുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൂട്ടും. ശമ്പളം കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് തീരുമാനം എടുക്കണമെന്ന് പറയും. ഇതൊക്കെ ഓരോ ഇപ്പോൾ ഈ വർഷം പുതിയ വർഷം വരുമ്പോഴത്തേക്കും ഓരോ വിലക്ക് കൂടുതൽ വരും. ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർ പൈസ ഉള്ള ആൾക്കാരെല്ലാവരും നല്ല പൈസ ഉള്ളവർ അങ്ങനെ ജീവിക്കും. അവരുടെ ബിസിനസ് എല്ലാ പരിപാടിയും നടന്നു പോകും. സാധാരണ ഇപ്പോൾ ഇന്ന് വിലയെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർ കഷ്ടപ്പെടും. ഇതും സാധാരണക്കാരനായ ഒരാളുടെ പ്രതികരണമാണ്. വളരെ നിസ്സംഗമായാണ് ഇതിനെ നോക്കി കാണുന്നത്. മറ്റൊന്നും ചെയ്യാനില്ല, വേറൊന്നും ചെയ്യാനില്ല, ഉൾക്കൊള്ളുക എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥ. 2 രൂപയാണ് കൂടുന്നതെങ്കിലും അതിന് ആനുപാതികമായിട്ട് തന്നെ പല മേഖലകളിലും അതിൻ്റെ ഒരു വിലക്കയറ്റത്തിൻ്റെ രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വരുമെന്നതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ അനുഭവങ്ങൾ അതൊക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് മറ്റു മേഖലകളിലെല്ലാം തന്നെ വരുന്നത്. നിങ്ങൾ ടാക്സി ഇങ്ങോട്ട് വില കൂടുകയാണ് അറിഞ്ഞില്ല അല്ലേ? ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനായി ഇപ്പോൾ. എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. അവർ കൂട്ടുക കൊടുക്കുക, കൂടുതലൊന്നും പറയാൻ. സജിത, ഇതൊരു പൊതുചിത്രം തന്നെയാണ്. കൊച്ചിയിൽ നിന്നാണ്. പക്ഷെ അത് സംസ്ഥാനത്ത് എവിടെയും ഒരുപക്ഷെ നമ്മൾ ഇതുപോലെ മയക്കുമായി ആരെങ്കിലും സമീപിച്ചാൽ ഈ രീതിയിൽ തന്നെ തികച്ചും സാധാരണക്കാരനെ 2 രൂപയെങ്കിൽ 2 രൂപ, അത് പക്ഷെ മറ്റ് മേഖലകളിലെല്ലാം തന്നെ വില വർധനവിന് കാരണമാക്കും. കയറുന്ന വില ഒരിക്കലും അത് ഇറങ്ങി വന്ന ഒരു ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. നിത്യോപയോഗ സാധനങ്ങൾ അതിൻ്റെ വില കൂടുന്നു. പക്ഷേ പിന്നീട് വില ഏതെങ്കിലും രീതിയിൽ കുറഞ്ഞാൽ പോലും അതൊന്നും വില താഴേക്ക് വരാറില്ല. അനുഭവിക്കുക എന്ന ഒരവസ്ഥയിൽ തന്നെയാണ് സാധാരണക്കാർ അവരുടെ വികാരങ്ങൾ പങ്കുവയ്ക്കുന്നത്. സജിത, തീർച്ചയായും ഡാനി തുടരുക. ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിലെ ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടതെങ്കിലും ഇതാണ് സംസ്ഥാനത്തിന്റെ ഒരു പൊതുചിത്രം. എല്ലാ സാധാരണക്കാരായ ആളുകൾക്കും ഇതേ രോഷം തന്നെയാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഡാനിയോട് പ്രതികരിച്ച ആദ്യത്തെ ആൾ പറഞ്ഞത് അതിൻ്റെ വളരെ വലിയൊരു ഫാക്ടറാണ്. അതായത് ഇന്ധനവില വർധനവ് പെട്രോൾ അടിക്കുന്നവരെയല്ല ബാധിക്കുന്നത്, അത് സമസ്ത മേഖലയിലുമുള്ള വിലക്കയറ്റത്തിലേക്കാണ് പോകുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവും അതിന് ആനുപാതികമായി വർദ്ധിക്കുമെന്നുള്ളതാണ്. നമുക്ക് കോഴിക്കോടേക്ക് എന്ന അശ്വിൻ മാർക്കറ്റുണ്ട്. അതെ, അശ്വിൻ വല്ലത്ത് കോഴിക്കോട് നിന്ന് ചേരുകയാണ്. അശ്വിൻ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ വിനോദും ഡാനിയും സൂചിപ്പിച്ചതുപോലെ തന്നെ ആർക്കും അത്ര ശുഭമല്ലാത്ത മോർണിംഗ് ആണ്. ആ ഒരു പ്രഭാതത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വിലവർദ്ധനവ് അത് അവശ്യ വസ്തുക്കളുടെ വിലവർദ്ധനവിനും ആനുപാതികമായി കാരണമാവുകയാണ്. മാർക്കറ്റിൽ നിന്നുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം അടക്കം തേടുകയാണെങ്കിൽ എങ്ങനെയാണ് അശ്വിൻ? ഗുഡ് മോർണിംഗ്. വിലക്കയറ്റം നേരിട്ട് ഇപ്പോൾ ബാധിച്ചു തുടങ്ങുന്നില്ലെങ്കിൽ പോലും ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലവർദ്ധനമാണ്. സാമൂഹ്യ സുരക്ഷാ സെസ് ഈ ഏർപ്പെടുത്തുന്നതോടുകൂടി 2 രൂപ പെട്രോളിനും ഡീസലിനും കൂടുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം ഇന്നലെ മുതൽ തന്നെ കാണാമായിരുന്നു. ഇന്നലെ പെട്രോൾ പമ്പുകളിലൊക്കെ തന്നെ വലിയ തിരക്കായിരുന്നു. ആളുകളൊക്കെ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് മടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പൊതുവെ എല്ലാ സാധനങ്ങളെയും ഇത് ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ കുറച്ചു കാലമായി വിലക്കയറ്റം ഒരു നിയന്ത്രണത്തിനകത്ത് നിൽക്കുകയായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് എല്ലാ സാധനങ്ങൾക്കും വില കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഈ ഡീസലിന് വില കൂടുന്നതോടുകൂടി തന്നെ അത് എല്ലാ മേഖലയും ബാധിക്കും. നേരത്തെ സംസാരിച്ചയാൾ പറഞ്ഞതുപോലെ സമസ്ത സാധനങ്ങളെയും ബാധിക്കും. നമ്മളിപ്പോൾ ഉള്ളത് പാളയം പച്ചക്കറി മാർക്കറ്റിലാണ്. ഇവിടെ രാവിലെ മുതൽ കാണാം ഈ ലോറികളും ഒക്കെ തന്നെ വരുന്നു, ലോഡ് ഇറക്കുന്നു. ഈ സ്ഥിതി ഇങ്ങനെ തുടരുകയാണ്. കോഴിക്കോട്ട് ഏറ്റവും തിരക്ക് രാവിലെ ഒരു 4 മണി മുതൽ തന്നെ കോഴിക്കോട്ട് ഏറ്റവും തിരക്കുള്ള സ്ഥലമാണ് പാളയത്തെ പച്ചക്കറി മാർക്കറ്റ്. പലയിടങ്ങളിലേക്ക് ഇവിടെ നിന്ന് പച്ചക്കറികൾ പോകുന്നു. അതേപോലെ തന്നെ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് ലോഡ് വന്ന് അതിൻ്റെയൊക്കെ തിരക്കാണ് കോഴിക്കോട് പാളയം മാർക്കറ്റ് കാണുന്നത്. ചേട്ടാ, ഈ പെട്രോളിനൊക്കെ വില കൂടുകയാണ്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ കുറേ കാലമായിട്ട് വിലക്കയറ്റമൊന്നുമില്ലാതെ നിൽക്കുകയായിരുന്നു. പെട്രോളിനും ഡീസലിനൊക്കെ വില കൂടുകയാണ്. ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെ ബാധിക്കും, വില വർദ്ധിക്കാൻ സാധ്യത. ഈ ഡീസലിന് 2 രൂപ വെച്ച് കൂടുന്ന സമയത്ത് അത് വണ്ടിക്കാർ കൂട്ടും, വണ്ടിക്കാർ വില വാടക കൂട്ടും, അത് നമ്മളെ സാധാരണക്കാരിൽ നിന്ന് ജോലി വാങ്ങും. അതേപോലെ ഈ മറ്റു മേഖലകളിലും വിലക്കയറ്റമുണ്ട്. ഭൂമിയുടെയൊക്കെ ടാക്സ് അത്തരം കാര്യങ്ങളിലൊക്കെ വില കൂടുന്നുണ്ട്. അപ്പോൾ എന്താ സ്ഥിതി? ഡീസലിനൊക്കെ വില കൂടുകയാണ്. നിങ്ങളെ ബാധിക്കുമോ? നമ്മളെ ഫുള്ളായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കല്ലേ. ഇനിയിപ്പോൾ എന്ത് ബാധിക്കുമെന്ന് ചോദിക്കാനാണ്. ഈ ലോറി സാധനങ്ങളിലൊക്കെ അപ്പം ഇങ്ങോട്ടേക്കൊക്കെ ലോറി ലോഡൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്തൊക്കെ അതിനൊക്കെ വില കൂടാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് വിലക്കയറ്റം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ കൂടുതലായിട്ട് പിന്നെ സാധനം വരുമ്പോൾ ഈ പെട്രോളിന് വില കൂടിയതുകൊണ്ട് സാധനത്തിന് വില കൂടും. അപ്പോൾ ആളുകൾ ഇവിടെ സാധനത്തിന് എടുക്കാനും വേണ്ടി വരാണ്ട് കുറവാക്കി വരുമ്പോൾ നമുക്ക് പണിയും കുറയും.
കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇങ്ങനെയുള്ള പച്ചക്കറിക്കും സാധനങ്ങൾക്കൊക്കെ വില കൂടാതെ എങ്ങനെ നിൽക്കുന്നുണ്ട്? അത് ഇനി ഒരു മാറ്റം വരാനൊക്കെ സാധ്യത? ഇനിയും കൂടാൻ തന്നെ കൂടുതൽ ചാൻസ്. ഇനിയിപ്പോൾ ഓരോ ആണ്ടർതി ആവുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ സാധനം വിലക്കയറ്റം കൂടുതൽ ചെയ്യും. വണ്ടി വാടക കൂടൂല? വണ്ടി വാടക കൂടുമ്പോൾ സാധനത്തിന് വില കൂടും. അത് എല്ലാ മേഖലകളിലും ബാധിക്കാൻ സാധ്യതയുണ്ട്. വിലക്കയറ്റത്തെ പറ്റി പൊതുവെ എല്ലാ സാധനവും ചില സാധനങ്ങളൊക്കെ നല്ല വിലയാണ് സാധനങ്ങൾ. അങ്ങനെ കുറച്ചു കാലമായിട്ട് ഈ പച്ചക്കറിക്കൊക്കെ വില കൂടാതെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ മാറ്റം വരാം. വണ്ടിക്കൊക്കെ വാടക കൂടുന്നതോടുകൂടി തന്നെ മാറ്റം വരാൻ സാധ്യത. വാടക ഇങ്ങനെ കൂടുന്നതനുസരിച്ച് സാധനത്തിന് വില കൂടിയും കൊടുക്കും. ഓരോ അടിക്കടി പെട്രോൾ വില ഇങ്ങനെ കൂടുന്നതനുസരിച്ച് വാഹനത്തിന് ഇങ്ങനെ പോകുമ്പോൾ വാടക വെക്കൂല. അവിടെ കോഴിക്കോടിന്റെ അടുത്ത് തന്നെയാണ് മാഹി ഉള്ളത്. ഈ വണ്ടിക്കാരൊക്കെ പൊതുവെ അവിടെ നിന്ന് മറ്റേ എണ്ണ അടിക്കുന്ന ഒരു രീതി ഉണ്ടല്ലേ? എല്ലാ രാഷ്ട്രീയക്കാരും മഹാ തട്ടിപ്പാണ്. ജനങ്ങളെ കൊല്ലാൻ എങ്ങനെയുണ്ട് അത് നോക്കുക അവര്. ഒക്കെ പ്രതിഫലിക്കും. സ്വാഭാവികമായിട്ടും മറ്റു സാധനങ്ങൾക്കും വില കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് എല്ലാ മേഖലയും ബാധിക്കും. ജനജീവിതത്തെ തീർച്ചയായിട്ടും ബാധിക്കും. യെസ്, അതാണ് സംസ്ഥാനത്തിന്റെ പൊതുചിത്രം കണ്ടത്. തിരുവനന്തപുരം രൂക്ഷമാകുമെന്നാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ജനങ്ങൾ രൂക്ഷമായി പ്രതികരിച്ചു തുടങ്ങി. അതായത് ആദ്യഘട്ടത്തിൽ ഇത് ബാധിച്ചവരുടെ പ്രതികരണമാണ്. എന്തായാലും ഇനിയും അത് രൂക്ഷമായ പ്രതികരണം തന്നെ ജനങ്ങളുടെ ഭാഗത്ത്. എന്തായാലും ജനങ്ങളും വലിയ പ്രതിഷേധത്തിലാണ്. അതോടൊപ്പം തന്നെ UDF-ഉം ഇന്ന് കരിദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന വിനോദ്, നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ വിനോദ് തുടങ്ങി വെച്ച ആ ജനങ്ങളുടെ ഒരു കാഴ്ച നമ്മൾ കോഴിക്കോട് വരെ എത്തി. അതിനുശേഷം വീണ്ടും വരുമ്പോൾ ഇന്ന് അതിനപ്പുറത്തേക്ക് മുതൽ ഈ തീരുമാനം നടപ്പിലാകുമ്പോൾ സംസ്ഥാനത്ത് പ്രതിപക്ഷം UDF വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കമിടുകയാണ്. ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. എങ്ങനെയാണ് അവരുടെ ഒരു സംസ്ഥാനതല പ്രതിഷേധത്തിന്റെ ഒരു പൊതു സ്വഭാവം എങ്ങനെയായിരിക്കും വിനോദ്? തീർച്ചയായും ഇതിന് വലിയ രാഷ്ട്രീയ വശങ്ങൾ കൂടിയുണ്ട്. ഇത് സമരമുഖം UDF തുറക്കുന്നു എന്നത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ പലപ്പോഴായി ഈ സർക്കാർ മാത്രമല്ല പല സംസ്ഥാന സർക്കാരുകളും ഈ ഇന്ധനവില വർധനയൊക്കെയും ഉണ്ടാകുമ്പോൾ അത് കേന്ദ്രത്തിന് മേൽ പഴിചാരുകയും ചില സർക്കാരുകളെങ്കിലും അങ്ങനെ കേന്ദ്രം കൂട്ടുന്നതിൽ സംസ്ഥാന വിഹിതം കുറയ്ക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കേന്ദ്രം ഇങ്ങനെ അടിക്കടി വില വർദ്ധിപ്പിച്ച് സാധാരണ ജനങ്ങളുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുമ്പോൾ സംസ്ഥാന സർക്കാർ കൂടി 2 രൂപ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച് തീർത്തും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ഇങ്ങനെ ഇന്ധനവില വർദ്ധിക്കുമ്പോൾ സകല വസ്തുക്കൾക്കും വില കൂടുന്ന സാഹചര്യമുണ്ടാകും. പ്രത്യേകിച്ച് ഈ തൊഴിലാളി വിഭാഗങ്ങളെ, അടിസ്ഥാന ജനവിഭാഗങ്ങളെയൊക്കെയുമാണ് രാവിലെ ഈ അന്നന്നത്തെ ജോലിക്ക് പോയി വരുന്ന ആളുകളുണ്ട്. ഇവരെയൊക്കെയാണ് ഇത് വലിയ തോതിൽ ബാധിക്കുക. ഇവരുടെ ജീവിതമാണ് കൂടുതൽ വലിഞ്ഞു മുറുകുക. കാരണം എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്ന നിലയിലേക്ക് പോകും. അതിനനുസരിച്ച് ശമ്പളമോ കൂലിയോ ഉയരാത്ത സാഹചര്യവുമുണ്ട്. കാരണം ഇങ്ങനെ വില വർധന വരുമ്പോൾ നിർമ്മാണ മേഖലയിൽ എല്ലാം അപ്പാടെ വില ഉയരുന്നൊരു സാഹചര്യമുണ്ടാകും. അവിടെയാണ് ഒരു പ്രതിഷേധത്തിൻ്റെ സാധ്യത. അതിപ്പോൾ പ്രതിപക്ഷം അതിൻ്റെ ഒരു സാധ്യത മായി രംഗത്ത് വരുന്നു എന്നതാണ്. ഇന്നിപ്പോൾ മണ്ഡലാടിസ്ഥാനത്തിൽ UDF നേതൃത്വത്തിൽ സമരപരിപാടികളുണ്ട്. അതോടൊപ്പം തന്നെ കരിദിനം ആചരിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമസഭയിൽ പലകുറി ഇതുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ ഈ നിർദ്ദേശം വന്നതിന് പിന്നാലെ തന്നെ വലിയ കോലാഹലമുണ്ടായ കാര്യമാണ്. പ്രതിപക്ഷം സർക്കാരിനെതിരെ രൂക്ഷമായി പ്രതിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു. സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധ പരിപാടികൾ നടന്നു. പ്രതീകാത്മകമായ പല സമരപരിപാടികളും ഈ ഇന്ധനവില വർധനയുമായി ബന്ധപ്പെട്ട് സഭയ്ക്കകത്തും പുറത്തുമുണ്ടായി. ഏതായിരുന്നാലും അങ്ങനെ ഒരു സമരപരിപാടിക്ക് കൂടിയാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം തുടക്കമിടുന്നത്. അവിടെയും സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ വില വർധനയ്ക്ക് അടിസ്ഥാനമായി അക്കാര്യം പറയുന്നില്ലെങ്കിൽ കൂടി സംസ്ഥാനത്തിലെ ധനമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കമുള്ളവർ പല വാർത്താ സമ്മേളനങ്ങളിലായി പറയുന്ന കാര്യം കേരളത്തെ ഒരു വൈരാഗ്യബുദ്ധിയോടുകൂടി കേന്ദ്രം കാണുന്നു. പദ്ധതി വിഹിതങ്ങൾ അനുവദിക്കുന്നില്ല, ഈ കടമെടുപ്പിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നില്ല, കേന്ദ്രത്തിൽ നിന്ന് GST വിഹിതമായി കിട്ടേണ്ട തുക പോലും കൃത്യമായി കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെയുള്ളപ്പോൾ സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ പാടില്ല. അതുകൊണ്ട്
ഇങ്ങനെ ഒരു വില വർധനയെന്ന് സ്വാഭാവികമായും ചിന്തിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർ പറയാതെ പറയുന്ന കാര്യം അതാണ്. സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി കൂടുതൽ മോശമാകാതിരിക്കാൻ വേണ്ടി ചില നികുതി വർധനകൾ എന്ന നിലയ്ക്ക് സംസ്ഥാനം കടക്കുന്നു. പക്ഷേ അവിടെയും ഇതിൻ്റെ എല്ലാ ഭാരവും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്. ആ ഒരു പ്രശ്നമാണ് ഉയർന്നു നിൽക്കുന്നത്. ഇങ്ങനെ അടിക്കടി ഓരോ കാര്യത്തിനും വില അടിക്കടി വർദ്ധിക്കുന്നതിന് പുറമെ ഇന്ധനവില വർധനയും പിന്നീട് മറ്റ് നികുതികളെല്ലാം വർദ്ധിക്കുകയും ചെയ്യുന്ന നിലയ്ക്ക് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു എന്നത് വസ്തുതയാണ്. ഇതിൻ്റെ പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നത്. ഏതായിരുന്നാലും ഇതിൽ സമരമുഖം തുറക്കാൻ തന്നെയാണ് UDF തീരുമാനം. അതിൻ്റെ ഒരു ആദ്യഘട്ടമെന്ന നിലയിലാണ് ഇപ്പോൾ ഇത് പ്രാബല്യത്തിൽ വരുന്ന ദിവസം മുതൽ ഇന്നു മുതൽ ഇങ്ങനെ ഒരു സമരപരിപാടിയുമായി മുന്നോട്ട് പോകാൻ UDF തീരുമാനിച്ചിട്ടുള്ളത്. സജിത്ത്, ആര്യ. അതാണ് എന്തായാലും സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധ പരിപാടികൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഒപ്പം ഈ സംസ്ഥാനത്ത് ഈ പുതിയ ചാർജ് വർധനവിന് കാരണമായി സർക്കാർ പറയുന്നത്, സർക്കാരിന്റെ സാമ്പത്തിക കണക്കിൽ അവർ അതിനെ വിശദീകരിക്കുന്നത് സംസ്ഥാനത്തിന്റെ പൊതുവികസന സാധ്യതകൾക്ക് വേണ്ടിയാണ് ഇത്തരമൊരു അനിവാര്യമായ വർധനവ് എന്നതാണ്. പക്ഷേ ആ വിശദീകരണമൊന്നും ഒരിക്കലും ജനങ്ങൾ ചെവിക്കൊള്ളുകയില്ല എന്നതാണ് ആദ്യ സൂചനകളും വ്യക്തമാവുന്നത്. എന്തായാലും സംസ്ഥാനത്തിന്റെ ഒരു പൊതുചിത്രമാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും കണ്ടത്. വരുന്ന ബുള്ളറ്റുകളിലൊക്കെ ഇതിന്റെ കൂടുതൽ വ്യക്തമായ, കൂടുതൽ വിശദമായ ജനങ്ങളുടെ പ്രതികരണവും മറ്റ് കാഴ്ചകളും ഉണ്ടാവും. എന്തായാലും 3 പേർക്കും വളരെ നന്ദി. നമ്മളിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് കാണിച്ചു തിരുവല്ലം ടോൾ പ്ലാസയിലെ നിരക്ക് വർധനവ്. അപ്പോൾ ഈ ടോൾ പ്ലാസകളിലെല്ലാം ഈ നിരക്ക് വർധനവ് വരികയാണ്. പാലക്കാട് തൃശൂർ 6 വരി പാതയിൽ വാളയാറിലും അതോടൊപ്പം തന്നെ പന്നിയങ്കരയിലും ഈ ഒരു വർധനവ് ഉണ്ട്. 5% വരെയാണ് ടോൾ നിരക്ക് വർദ്ധിക്കുക. ഇതിനു പുറമെ പന്നിയങ്കരയിൽ പ്രദേശവാസികൾക്കുള്ള സൗജന്യം അത് എടുത്തു കളയുന്ന തീരുമാനത്തിനെതിരെയുള്ള പ്രതിഷേധവും ശക്തമാവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കണ്ട ശേഷം തിരികെ എത്താം. വാളയാർ, പന്നിയങ്കര ടോൾ പ്ലാസകളിലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നത്. വാളയാറിൽ ഒരു വശത്തേക്ക് കാറ്, ജീപ്പ് തുടങ്ങിയ വാഹനങ്ങൾക്ക് 75 രൂപയും പന്നിയങ്കരയിൽ 110 രൂപയും നൽകണം. മറ്റു വാഹനങ്ങൾക്കും 5% വരെയാണ് നിരക്ക് വർദ്ധിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ പന്നിയങ്കരയിൽ പ്രദേശവാസികൾക്ക് അനുവദിച്ചിരുന്ന സൗജന്യ യാത്ര നിർത്താനുള്ള നീക്കത്തിനെതിരെയും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. നമ്മുടെ സാധാരണക്കാർക്കും എല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും പാലക്കാട് ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഇരുന്ന് പോകുന്നവരെയും തൃശ്ശൂർ ജില്ലയ്ക്ക് പോകണം. ഏത് കേസ് കിട്ടും ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ, പാലക്കാട് ജില്ല ജീവിക്കുന്ന ആൾക്കാർ മുഴുവനും തൃശ്ശൂർ ജില്ലയിലെ ജോലി ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ എല്ലാം ടോൾ കടന്ന് വേണം പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ പോകുന്നവർക്കല്ല ഈ ചാർജ് കൂടുതൽ ഭയങ്കര ദുരന്തമാണ്. പന്നിയങ്കരയിൽ പ്രദേശവാസികൾക്കുള്ള മാസപ്പാസിന്റെ നിരക്ക് 315 രൂപയായിരുന്നത് 330 രൂപയായി വർദ്ധിക്കും. സംഭവത്തിൽ പ്രതിഷേധിച്ച് സമരസമിതി ടോൾ പ്ലാസയ്ക്ക് സമീപം ധർണ നടത്തി. പ്രദേശവാസികൾക്ക് സൗജന്യം തുടരണമെന്നും അല്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങുമെന്നും സമരസമിതി വ്യക്തമാക്കി. അതാണ് സാഹചര്യം. എന്തായാലും പല മേഖലകളിലെ വില വർധനവും ചാർജ് വർധനവുമാണ്. അതിൽ തിരിച്ചടിയാകുന്ന മറ്റൊരു തീരുമാനം കൂടി ടോൾ നിരക്കിന്റെ വർധനവും കൂടിയാണ്. അപ്പോൾ സംസ്ഥാനത്തെ പൊതുവായ ഈ ചാർജ് വർധനവുണ്ടാക്കുന്ന പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളുമാണ് നമ്മൾ വിശദമായി തന്നെ പ്രഭാത കേരളം തുടക്കത്തിൽ പരിശോധിച്ചത്. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ സർവകലാശാലയുടെ VC ആയിട്ടുള്ള സജി ഗോപിനാഥന് അധിക ചുമതല കൂടി ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് ആ ഒരു ചുമതലയിലേക്ക് കടക്കുകയാണ്. സാങ്കേതിക സർവകലാശാല VC ചുമതല എന്നുള്ള അധിക ഭാരം കൂടിയാണ് അദ്ദേഹത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാം സാങ്കേതിക സർവകലാശാല VCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ, സിസ തോമസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമ നടപടികൾ വരെ നമ്മൾ കാണുന്നതാണ്. ഏതായാലും VV വിനോദ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. വിനോദ്, നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഇന്ന് തലസ്ഥാനത്തെ പ്രധാന വാർത്തകളിൽ ഒന്നായി ഈ സാങ്കേതിക സർവകലാശാല VC ആയുള്ള സജി ഗോപിനാഥിന്റെ നിയമനം മാറുകയാണ്. കാരണം ഗവർണർ എതിർത്ത വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അനഭിമതനായ വ്യക്തിയെ തന്നെ വീണ്ടും നിയമിക്കാൻ ഗവർണർ അംഗീകാരം നൽകുകയായിരുന്നു. അത്തരത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു നിയമനം കൂടിയായി സജി ഗോപിനാഥിന്റെ നിയമനം മാറുകയാണ്. സിസ തോമസ് ഇന്നലെയാണ് വിരമിച്ചത്, ചുമതല ഒഴിഞ്ഞത്. അതുണ്ടാക്കാൻ പോകുന്ന വിവാദങ്ങൾ വേറെ. അതിനുമപ്പുറം സജി ഗോപിനാഥ് ഇന്ന് ചുമതല ഏൽക്കുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും, ഒപ്പം തന്നെ അതിന്റെ രാഷ്ട്രീയം എങ്ങനെയാണ് വിനോദം? സൈറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ സജി ഗോപിനാഥ് ചുമതലയേൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് ഒരുപക്ഷെ ഒരു വർഷം മുൻപ് വരെയും തുടങ്ങിയ പോര്, ഗവർണർ മുഖ്യമന്ത്രി പോര്, അത് ഒരു പരിസമാപ്തിയിലേക്ക് അല്ലെങ്കിൽ മഞ്ഞിരുകുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണത്തിലേക്ക് പോവുകയാണ്. കാരണം സജി ഗോപിനാഥിൻ്റെ പേര് KTUവിൽ ആദ്യം ഡോക്ടർ രാജശ്രീ മാറുന്ന സമയത്ത് സർക്കാർ നിർദ്ദേശിച്ച പേരുകളിൽ ഒന്ന് ഡോക്ടർ സജി ഗോപിനാഥിൻ്റേതായിരുന്നു. സാങ്കേതിക സർവകലാശാല VC ആണ് അദ്ദേഹം.
അന്ന് ഗവർണർ തള്ളിക്കളഞ്ഞാണ് സിസ തോമസിനെ അവിടെ KTUവിന്റെ ചുമതല നൽകിക്കൊണ്ട് പ്രതിഷ്ഠിച്ചത്. പക്ഷേ ഇപ്പോൾ സിസ തോമസ് മാറുമ്പോൾ വീണ്ടും സജി ഗോപിനാഥിന്റെ പേര് വെച്ച 3 പേരുടെ ഈ പാനലിൽ നിന്ന് സജി ഗോപിനാഥിനെ ഗവർണർ കൂടി തിരഞ്ഞെടുക്കുകയാണ്. അതായത് ഇതുവരെ സർക്കാരുമായി ഉണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം മറന്നുകൊണ്ട് ഒരു സമവായത്തിന്റെ പാതയിലേക്ക് മുഖ്യമന്ത്രിയും ഗവർണറും അല്ലെങ്കിൽ സർക്കാരും ഗവർണറും എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം 9 VC-മാരുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ഇതിൽ KTUവിൽ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഫിഷറീസ് സർവകലാശാലയിൽ ഉൾപ്പെടെ പല VC-മാരെയും മാറ്റിക്കൊണ്ടുള്ള നടപടി ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. എന്നാൽ ഈ കേസുകൾ പിന്നീട് ഹൈക്കോടതിയിൽ വന്നപ്പോൾ 2 തവണയായി ഉണ്ടായ കോടതിയുടെ പരാമർശങ്ങൾ അത് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത് ഗവർണർക്ക് തിരിച്ചടിയാകുന്നു എന്ന നിലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് കൂടിയാകാം ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹം ഒരു സമവായത്തിന്റെ പാതയിലേക്ക് എത്തിയിരിക്കുന്നത്. മഞ്ഞുരുകളുടെ പാതയിലാണ്. ഇന്ന് 10 മണിക്ക് ഡോക്ടർ സജി ഗോപിനാഥ് KTUവിന്റെ VC ചുമതല അധിക ചുമതലയാണ്. അദ്ദേഹം ഡിജിറ്റൽ സർവകലാശാലയുടെ VC-യാണ്. അദ്ദേഹത്തിന് അധിക ചുമതലയാണ് KTUവിന്റെ ചുമതല നൽകുന്നത്. അതേസമയം സിസ തോമസിനെതിരെ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ ഉണ്ടാകുമെന്ന ചില സൂചനകൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതായിരുന്നാലും സർക്കാർ അങ്ങനെ ഒരു പ്രതികാര നടപടി സിസ തോമസിനോട് കാട്ടുന്നില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ഏതായിരുന്നാലും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് അത് ഏറെക്കുറെയെങ്കിലും ചില വിഷയങ്ങളിലെങ്കിലും പരിഹരിക്കപ്പെടുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഇന്നത്തെ സജി ഗോപിനാഥിന്റെ സ്ഥാനാരോഹണം. സൈത്ത്. യെസ്, അതാണ് വിനോദ് വ്യക്തമാക്കുന്നത്. എന്തായാലും തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയാണ് നമ്മൾ പരിശോധിച്ചത്. വളരെ നന്ദി വിനോദ്. അപ്പോൾ പ്രഭാത കേരളം കനകക്കുന്ന് പാലസിൽ നിന്ന് അത് തുടരുകയാണ്. നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആശ്വാസ തുരുത്താണ് ഈ കനകക്കുന്ന് പ്രദേശം എന്നുള്ളത്. നമ്മൾ പലവട്ടം മ്യൂസിയം, ഇതിന്റെ തൊട്ട് സമീപത്തുള്ള മ്യൂസിയത്തിൽ നിന്നും പ്രഭാത കേരളം വന്നിട്ടുണ്ട്, പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നു. പക്ഷേ കനകക്കുന്നിൽ ഇത് ആദ്യമാണെന്ന് തോന്നുന്നു ഇത്ര വിശദമായി നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും കനകക്കുന്ന് എന്തുകൊണ്ടൊക്കെ കൂടിയാണ് തലസ്ഥാനവാസികൾക്ക് പ്രിയപ്പെട്ട ഒരു ഇടമാവുന്നത്. കാരണം ഏറ്റവും നല്ല പ്രഭാത കാഴ്ചകളുള്ള ശുദ്ധമായ വായു ശ്വസിക്കാൻ കിട്ടുന്ന ഒരു നല്ല പച്ചപ്പുള്ള, അതെ, ഈ വ്യായാമത്തിന് പോലും നിരവധി ആളുകളാണ് ഇവിടേക്ക് രാവിലെ എത്തുന്നത്. നമുക്ക് നമ്മുടെ ഒരു ദൃശ്യത്തിലൂടെ തന്നെ ഇത് വരുന്നുണ്ട്. പ്രായത്തിലുള്ള മുതിർന്നവരൊക്കെ വന്ന് രാവിലെ വ്യായാമം നടത്തുന്നതും അതിനൊക്കെയുള്ള അവസരം ഇവിടെ ഉണ്ട് എന്നതാണ്. ഒപ്പം തന്നെ മനോഹരമായ ഒരു പശ്ചാത്തലം. ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള സായാഹ്നത്തിലും ഇതേപോലെ ഒരുപോലെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാരണം എല്ലാ തിരക്കുകളിൽ നിന്നും ഒന്ന് മാറി ഒന്ന് ആശ്വസിക്കാൻ, ഒന്ന് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് തിരുവനന്തപുരം നഗരത്തിലെ ഈ കനകക്കുന്ന് പാലസും അതോടൊപ്പം തന്നെ നമ്മുടെ മ്യൂസിയവും. അവിടെയും ഇതിലും കുറച്ചുകൂടി ആളുകളുണ്ട് മ്യൂസിയത്തിൽ. അതിലും കുറച്ചുകൂടി ശാന്തമായ പ്രദേശം ഈ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ ഈ ഒരു പരിസരം തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇതൊരു എക്സ്പോ ഗ്രൗണ്ട് കൂടിയാണ്. കാരണം കൂടുതൽ എക്സ്പോ ഒക്കെ നടത്താൻ പറ്റിയ ഇടമാണ്. ഇതിന്റെ പിൻവശത്തേക്ക് പോകുമ്പോൾ ഇത് ഒരുപക്ഷെ തലസ്ഥാനവാസികൾക്കൊന്നും പരിചയപ്പെടുത്തേണ്ടതില്ല. പക്ഷെ കേരളത്തിലെ മറ്റിടങ്ങളിലുള്ളവർക്കൊക്കെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇവിടേക്ക് സ്വാഗതം. ഇത് കാണാം, ഇത് ആസ്വദിക്കാം. കനകക്കുന്നിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ലൈവ് പ്രോഗ്രാമുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇന്ന് ഏപ്രിൽ 1-ാം തീയതി ഒരു പ്രശസ്ത ബാൻഡിന്റെ മ്യൂസിക് ഷോ ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം അത്തരത്തിൽ നിരവധി പരിപാടികൾ, സംസ്ഥാന സർക്കാരിന്റെ അടക്കം എല്ലാ പരിപാടികളും നടക്കുന്നത് ഇവിടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചകൾക്കും ആഘോഷ പരിപാടികൾ കൂടി നടക്കുന്ന വളരെ ലൈവ്ലി ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കനകക്കുന്ന്. കനകക്കുന്ന് കൊട്ടാരം എന്ന് പറയുമ്പോൾ ഇത് തിരുവിതാംകൂർ രാജകുടുംബം കൂടി ബന്ധപ്പെട്ടതാണ്. കാരണം അവരുടെ ഇതിന്റെ മുകളിൽ, ഇതൊരു ചെറിയ കുന്നിന്റെ മുകളിലാണ്. ഈ കുന്നിന്റെ മുകളിൽ ഒരു ചെറിയ കൊട്ടാരമുണ്ട്. അത് കനകക്കുന്ന് കൊട്ടാരം, അതായത് കനകക്കുന്ന് പാലസ് എന്ന് വിളിക്കുന്ന അവിടെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഇടമാണ്. പിന്നീട് രാജഭരണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ, ജനാധിപത്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ടൂറിസം വകുപ്പിന്റെ കീഴിലാണ്. ടൂറിസം വകുപ്പാണ് ഇവിടെ നിയന്ത്രണങ്ങൾ നടത്തുന്നത്. എന്തായാലും ഒരു ചരിത്രത്തിന്റെ ശേഷിപ്പ് കൂടിയാണ് കനകക്കുന്നും അതിന്റെ പരിസരങ്ങളും കൂടി എന്ന കാര്യം കൂടി ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ കനകക്കുന്നിന്റെ പരിസരത്ത് നിന്ന് അവിടുത്തെ മനോഹര കാഴ്ചകൾക്കൊപ്പം വാർത്തകളും വിശേഷങ്ങളും നമ്മൾ നോക്കി പോവുകയാണ്. അപ്പോൾ കൂടുതൽ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ബാധ്യസ്ഥനാണ്. അതിനകത്ത് ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അദ്ദേഹം മാറി നിൽക്കാൻ തയ്യാറാവണം.
ഇപ്പോൾ ലോകായുക്തയുടെ ഒരു കേസിന്റെ വിധി പൂർത്തിയായി കഴിഞ്ഞാൽ, വാദം പൂർത്തിയായി കഴിഞ്ഞാൽ 6 മാസത്തിനകം വിധി പറയണമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഗൗരവവശാൽ 1 വർഷം നീണ്ടുപോകുന്നു. ഇപ്പോൾ അത് അവസാന ഘട്ടത്തിലേക്ക് ഹൈക്കോടതി ഇടപെടൽ മൂലം പെട്ടെന്ന് തന്നെ ഹർജി പരിഗണിക്കാൻ പറയുന്നു. ഇന്നിപ്പോൾ വിധി വരുന്നു. വിധി വിശാലബെഞ്ചിലേക്കാണ് വിടുന്നത്. അപ്പോഴും വീണ്ടും കുറേയധികം കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നൊരു സൂചന ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വെച്ചാൽ വീണ്ടും നീട്ടിക്കൊണ്ടു പോകുക എന്നൊരു സ്ട്രാറ്റജി ഇതിനകത്തുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒപ്പീനിയൻ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയാമായിരുന്നല്ലോ. നേരത്തെ തന്നെ 3 ബെഞ്ച് രൂപീകരിക്കാമായിരുന്നല്ലോ. 3 ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് വിധി ഇപ്പൊ തന്നെ പ്രഖ്യാപിക്കാൻ കഴിയുമായിരുന്നല്ലോ. അപ്പോൾ വളരെ ബോധപൂർവമാണ് 2 ബെഞ്ചിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനുള്ള രീതിയിൽ നീട്ടിവരിക്കുന്നു. 1 കൊല്ലം കഴിയുന്നു. കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ വിധി വരുന്നു. അപ്പോഴേക്കും എന്തായാലും ഒരു വിധി, ഇപ്പം നടത്തിയ വിധി പ്രഖ്യാപനത്തെ പൂർണ്ണമായ ഒരു വിധിയായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും കോടതിയിൽ ചെന്ന് നിർദ്ദേശം വാങ്ങിക്കും. അതല്ല ഇവരെ അടിയന്തരമായി ബെഞ്ച് ഫോം ചെയ്ത് ഹിയർ ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കും. കാരണം രാവിലെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞപ്പോൾ സർക്കാരിന് ഈ ലോകായുക്തയിൽ ഇടപെടാൻ കഴിയുമോ, അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? അല്ല, ഇപ്പോഴത്തെ കോടതിയുടെ രീതി അനുസരിച്ച് വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഞാനിപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ സർവകലാശാല കേസുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഗവർണർ 9 വൈസ് ചാൻസലർമാരെ സുപ്രീം കോടതി വിധിയനുസരിച്ച് പുറത്താക്കാൻ നോട്ടീസ് കൊടുത്തിട്ട് ആ നോട്ടീസ് കൊടുത്ത് 5 മാസമായിട്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നിട്ട് അവിടെ അഡ്വക്കേറ്റുമാരുടെ പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ കോടതി നീട്ടിക്കൊണ്ടുപോകണമെങ്കിൽ എന്തോ ചില സമ്മർദ്ദങ്ങൾ കോടതിയിൽ ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഗവർണർ സ്റ്റേയുടെ ഉത്തരവിനെ 5 മാസം സ്റ്റേ ചെയ്യേണ്ട കാര്യം? ഹൈക്കോടതി, ബംഗാൾ ഹൈക്കോടതി പോലും 24 വൈസ് ചാൻസലർമാരെ പുറത്താക്കി. കേരളത്തില് ഒന്നും സാധിക്കുന്നില്ല. അപ്പോഴേക്കും വലിയ സ്വാധീനം. കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ലോകായുക്ത വിധി പറയാതെ കേസ് ഫുൾ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അതിൽ സുപ്രധാനമായ തീരുമാനം വന്നിരിക്കുന്നു. ലോകായുക്ത വിധി പറയാതെ ഫുൾ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. വിധി പറയാൻ വേണ്ടി ഫുൾ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ തീരുമാനം കൃത്യമായി അറിയാൻ കഴിയില്ല. വിധി എന്താവുമെന്ന് അറിയാൻ കഴിയില്ല. ഫുൾ ബെഞ്ചിന്റെ തീരുമാനത്തിന് വേണ്ടി വിട്ടിരിക്കുകയാണ് കേസ്. വളരെ വൈകി 1 വർഷത്തോളം കാത്തിരുന്ന ശേഷം ഇപ്പോൾ ഇന്ന് വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പക്ഷേ ഇന്ന് വിധി ഉണ്ടാകുന്നില്ല. ലോകായുക്ത തീരുമാനം ഫുൾ ബെഞ്ചിനെ വിട്ടിരിക്കുകയാണ്. ലോകായുക്തയും ഉപലോകായുക്തയും ചേർന്ന കോടതിയാണ് ഇന്ന് വിധി പറയുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് വിധി പറയാതെ കേസ് ഫുൾ ബെഞ്ചിന് പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വിനോദ്. യെസ്, അപ്പം നമ്മൾ പ്രഭാത കേരളത്തിലേക്ക് വീണ്ടും മടങ്ങി വരികയാണ്. കനകക്കുന്നിൽ ഞങ്ങളുണ്ട്. പ്രഭാത കേരളം വിശദമായി തന്നെ കൂടുതൽ വാർത്തകൾ പരിശോധിക്കുകയാണ്. നമ്മൾ ഇനി നേരെ പോകുന്നത് വൈക്കത്തേക്കാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100 വയസ്സ് തികയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷ പരിപാടികൾ അവിടെ നടക്കുകയാണ്. സർക്കാർ തല ആഘോഷ പരിപാടികൾക്ക് ഇന്നാണ് തുടക്കം ആകുന്നത്. അപ്പോൾ ശ്രീജിത്ത് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ചേർന്നാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്, ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അവിടെ ഈ പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു, അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ കൂടുതൽ ഒരു വിശദമായ ചിത്രം എങ്ങനെയാണ്? പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ആര്യ, സജിത്ത്, ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 3:30 വൈക്കം ബീച്ച് മൈതാനിയിൽ ഈ പരിപാടി നടക്കുക. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പരിപാടി നടന്ന അതേ വേദിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ പരിപാടി ഉള്ളത്. പക്ഷെ കുറച്ചുകൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 15,000 പേർക്ക് ഇരിക്കാനുള്ള കസേരയുണ്ട്. അതുകൂടാതെ നിന്നും മറ്റ് ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുള്ള ഭാഗങ്ങളിലൊക്കെ കസേരയിട്ട് പ്രത്യേക CCTV ക്ലോസ്ഡ് TVകളൊക്കെ വെച്ചുകൊണ്ട് അതുവഴി കാണാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഏതാണ്ട് 1 ലക്ഷം പേർ ഇന്നത്തെ ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കും എന്നാണ് സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ചേർന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. MK സ്റ്റാലിൻ ഏതാണ്ട് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ഈ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം എത്തി വലിയ കവലയിലെ സ്മൃതി മണ്ഡപങ്ങൾ, തந்தை പെരിയാറുടെ സ്മൃതി മണ്ഡപമുണ്ട്. ഒപ്പം തന്നെ TK മാധവന്റെയും അനന്ത് പത്മനാഭന്റെയും ഒക്കെ സ്മൃതി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷം അവിടെ തന്നെയാണ് MGRന്റെ ഭാര്യയുടെ വീടുള്ളത്. അവിടെ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. ഈ വലിയ കവല ജംഗ്ഷനിൽ തന്നെയാണ് ഉള്ളത്. അവിടെ MGRന്റെയും ഭാര്യയുടെയും സ്മൃതി മണ്ഡപവുമുണ്ട്.
എന്തായാലും ഇതിന് ശേഷമാണ് അദ്ദേഹം ഇവിടേക്ക്, അതായത് ബീച്ച് മൈതാനിയിലേക്ക് എത്തുക. ഏതാണ്ട് 3:30 പൊതുസമ്മേളനം ആരംഭിക്കുമെന്നതാണ് ഔദ്യോഗികമായുള്ള അറിയിപ്പുകൾ. എന്തായാലും ഈ തമിഴ്നാട് കേരള മുഖ്യമന്ത്രിമാർ ഒരുമിച്ച് കേരളത്തിലൊരു വലിയ ചരിത്ര സംഭവത്തിന്റെ ഓർമ്മക്കുറിപ്പായി, അതായത് ദ്രാവിഡ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു സമരത്തിന്റെ തുടർച്ചയായി ഒരു വേദിയിലെത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പം ഉണ്ട് എന്ന് കേരള മുഖ്യമന്ത്രി അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ഇരുവരും എത്തിയുള്ള ഒരു വേദിക്ക് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. നേരത്തെ തന്നെ ഇരുവരും ഒരുമിച്ച് തമിഴ്നാട്ടിൽ നടന്നൊരു പരിപാടിയിൽ വെച്ചാണ് ഒരുമിച്ച് ആഘോഷിക്കണം എന്നുള്ള പ്രഖ്യാപനമൊക്കെ MK സ്റ്റാലിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം നിർദ്ദേശങ്ങളൊക്കെ വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി ഏതാണ്ട് ഒരു ചരിത്ര സംഭവമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി ആ പരിപാടിയിലേക്ക് കടക്കുക എന്നത് മാത്രമാണുള്ളത്. എന്തായാലും സമകാലിക കേരളീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ തമിഴ് ബന്ധം അതുകൂടിയാണ് ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കുന്നത്. ശ്രീജിത്ത്, ഞങ്ങൾ ഇടപെടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്ന സാഹചര്യത്തിൽ ഇടപെടുകയാണ്. കോഴിക്കോടേക്കാണ് നമ്മൾ നേരെ പോകുന്നത്. കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. പാളയത്തെ ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിന്റെ ബിൽഡിംഗിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. അശ്വിൻ വലത്ത് തന്നെ നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് സംഭവം? എപ്പോഴാണ് തീപിടുത്തം? എത്ര കണ്ട് രൂക്ഷമാണ് ഈ തീപിടുത്തം? സജിത്ത്, കോഴിക്കോട് നഗരമധ്യത്തിൽ തന്നെയുള്ള ജയലക്ഷ്മി സിൽസിന്റെ കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. രാവിലെ 6 മണിയോടുകൂടിയാണ് കെട്ടിടത്തിൽ തീ പടർന്നത്. ആദ്യം 2ാം നിലയിലായിരുന്നു തീ പടർന്നതെങ്കിൽ തുടക്കത്തിൽ ജീവനക്കാരൊക്കെ തന്നെ തീ കെടുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് കഴിഞ്ഞില്ല. കാരണം ഈ വസ്ത്രങ്ങളൊക്കെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭാഗത്താണ് ആദ്യം തീ പടർന്നത്. അതിന് പിന്നാലെ അവിടെ നിന്ന് തീ താഴോട്ടേക്ക് കത്തി, ഒരു തീഗോളം തന്നെ കത്തി താഴോട്ടേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 2 കാറുകൾ, താഴെ നിർത്തിയിട്ടിരുന്ന 2 കാറുകൾക്ക് മേലേക്ക് തീ കത്തി വീണു. അങ്ങനെ 2 കാറുകൾ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചു. ഇപ്പോഴനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി, ഒരു ഭാഗത്ത് തീ അണയ്ക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് തീ പടരുന്നു എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 3ാം നിലയിൽ, അല്പസമയം മുൻപാണ് 3ാം നിലയിൽ വീണ്ടും തീ പടർന്ന സാഹചര്യമുണ്ടായത്. ഫയർഫോഴ്സ് അവിടെ തീ അണച്ചു കഴിഞ്ഞു. പക്ഷെ ഒരു ഭാഗത്ത് തീ അണയ്ക്കുമ്പോൾ മറുഭാഗത്ത് തീ ഉയരുന്ന സ്ഥിതിയുണ്ട്. ഉള്ളിലേക്ക്, കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ആദ്യ മണിക്കൂറിൽ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല അഗ്നിശമന സേനയ്ക്ക്. പക്ഷേ ഇപ്പോൾ കെട്ടിടത്തിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു. പക്ഷേ എന്നാൽ കൂടിയും വസ്ത്രങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീ വളരെ എളുപ്പത്തിൽ പടരാനുള്ള സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ച് മാത്രമേ തീ അണയ്ക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. തൊട്ടടുത്തും മറ്റു കെട്ടിടങ്ങളില്ല എന്നുള്ളത് ഒരു ആശ്വാസമാണ്. പക്ഷേ ജയലക്ഷ്മി സിൽക്സിന്റെ വലിയ കെട്ടിടമാണ്, 3 നില കെട്ടിടമാണ്. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും ഇതേപോലെ തന്നെ തീ പടരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് കെട്ടിടത്തിനുള്ളിലേക്ക് പോയി തീ അണയ്ക്കുക അത്ര കണ്ട് പ്രായോഗികമല്ല. പുറമെ നിന്നാണ് ഈ തീ അണയ്ക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 10ഓളം ഫയർ യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കുന്ന നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2 മണിക്കൂർ സമയത്തോളമായി ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട്. പക്ഷേ അത് അത്ര കണ്ട് വിജയിക്കുന്നില്ല എന്ന് വേണം പറയാൻ. എന്താണ് കാരണം എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത ഇനിയുമില്ല. ഈ AC ഒക്കെയുള്ള ഒരു ഭാഗത്താണ് ആദ്യം തീ ഉയർന്നത്. ഒരുപക്ഷെ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ വയറിംഗിലെ പ്രശ്നങ്ങളോ ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ നിന്ന് തീ താഴോട്ടേക്ക് കത്തി വീണ് 2 കാറുകൾ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിക്കുന്ന സാഹചര്യമുണ്ടായി. അത്ര കണ്ട് വലിയ തീപിടുത്തം തന്നെയാണ് ഉള്ളിൽ. ഇപ്പോഴും പുക ഉയരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പുക ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിനർത്ഥം ഉള്ളിൽ തീയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമാണ് തീ അണയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. അശ്വിന, ഈ തീപിടുത്തം വേനൽക്കാലമാണ്. സംസ്ഥാനത്തിന് പലയിടങ്ങളിലും തീപിടുത്തം ഇപ്പം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷേ ഇത്തരം അടച്ചിട്ട ഒരു കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് പോലെയുള്ള കാരണങ്ങളിലേക്കാവും അല്ലേ ആദ്യം തന്നെ നമ്മൾ സംശയിക്കുക. അത്തരം സൂചനകൾ വല്ലതും ലഭ്യമായിട്ടുണ്ടോ? സജിത്ത്, കെട്ടിടത്തിന് ഉള്ളിലേക്ക് കടക്കാൻ ഇതുവരെയും ഈ അല്പസമയം മുൻപാണ് അഗ്നിശമന സേനയ്ക്ക് കെട്ടിടത്തിന് ഉള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞത്. കാരണം ഈ വസ്ത്രങ്ങൾ കൂടുതലായി സൂക്ഷിച്ച ഭാഗത്താണ് തീ ആദ്യം പടർന്നത്. ഈ വസ്ത്രം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ തീ അതിവേഗം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇതിന്റെ കാരണത്തെക്കുറിച്ച് വ്യക്തതയില്ല. പക്ഷേ AC-യും മറ്റുമുള്ള ഭാഗത്താണ് ആദ്യം തീ ഉയർന്നത്. അതുകൊണ്ട് വയറിംഗിലെ പ്രശ്നങ്ങൾ തന്നെ ആവാം, അല്ലെങ്കിൽ വയറിംഗിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടോ മറ്റോ കാര്യങ്ങൾ തന്നെ ആവാം തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. പക്ഷേ ഇപ്പോഴനുഭവിക്കുന്ന പ്രതിസന്ധി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഭാഗത്ത് 3ാമത്തെ നിലയുടെ ഈ ഭാഗത്ത് തീ പെട്ടെന്ന് ഉയർന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് അപ്പുറത്ത് ആദ്യം തീ ഉയർന്ന സ്ഥലത്ത്
തീ ഏതാണ്ട് പൂർണ്ണമായും അണച്ചു കഴിഞ്ഞപ്പോഴാണ് തൊട്ടിപ്പുറത്ത് തീ ഉയർന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. അഗ്നിശമന സേനാംഗങ്ങൾക്ക് കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് പ്രധാന കവാടത്തിലൂടെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും ഈ തീ പല ഭാഗത്തും കെട്ടിടത്തിന്റെ പല ഭാഗത്തും ഉള്ളതും അതിവേഗം പടർന്നു പിടിക്കുന്നതും ഉള്ളിലേക്ക് കടക്കുന്നത് ശ്രമകരമാക്കുന്നുണ്ട്. ഏതായാലും 10ഓളം യൂണിറ്റ് ഇവിടെ സ്ഥലത്തെത്തി തീയണക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് ഉള്ളിൽ എത്രത്തോളം തീയുണ്ട്, ഉള്ളിൽ ഏതൊക്കെ ഭാഗത്ത് തീ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമാവേണ്ടതുണ്ട്. കെട്ടിടത്തിന്റെ മാപ്പ് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഈ കെട്ടിടത്തിന്റെ പ്ലാൻ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് അതിനുള്ള ശ്രമങ്ങൾ ഏതൊക്കെ വഴികളിലൂടെ ഉള്ളിലേക്ക് കയറാം, എവിടെ നിന്നൊക്കെ തീ അണയ്ക്കാം എന്നൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് പ്രധാന പ്രതിസന്ധി. വസ്ത്രങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പ്രധാനമായും വസ്ത്രങ്ങളുള്ളത്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തീ പടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് 1.5 മണിക്കൂർ കൊണ്ടാണ് 3ാം നിലയുടെ ഏതാണ്ട് പ്രധാന ഭാഗങ്ങളിലെല്ലാം തന്നെ തീ ഉയർന്നിരിക്കുന്നത്. താഴത്തെ നിലകളിലേക്ക് തീ പടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് തടയാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ രണ്ടാമത് തീ ഉയർന്ന ഭാഗത്ത് ഏറെക്കുറെ അണച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഈ കെട്ടിടത്തിന് മുകളിൽ നിന്ന് കഷ്ണങ്ങളും മറ്റും പൊട്ടി താഴോട്ടേക്ക് വീഴാനുള്ള സാഹചര്യമുണ്ട്. നേരത്തെ അങ്ങനെയാണ് ആ രണ്ട് കാറുകളിലേക്ക് തീ പിടിച്ചത്. ഒരു തീഗോളം മുകളിൽ നിന്ന് താഴേക്ക് വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് കണ്ടുവെന്നവർ പറയുന്നത്. അത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധി ഉണ്ട്. പക്ഷേ തൊട്ടടുത്ത് മറ്റു കെട്ടിടങ്ങളില്ല. ഈ ജയലക്ഷ്മിയുടെ കെട്ടിടം മാത്രമേ ഉള്ളൂ. അത് ഒരു ആശ്വാസമാണ്. പക്ഷെ എന്നാൽ കൂടിയും ഉള്ളിൽ എത്രത്തോളം തീയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വന്നിട്ടില്ല. ഉള്ളിലേക്ക് അഗ്നിശമന സേനാംഗങ്ങൾ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അതുകൊണ്ട് താഴത്തെ നിലകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സജിത്. അതോടൊപ്പം തന്നെ അശ്വിൻ, എന്തായാലും സമീപത്ത് മറ്റ് കെട്ടിടങ്ങൾ ഇല്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. അതോടൊപ്പം തന്നെ ഇത് അതിരാവിലെ ഒരു തീപിടുത്തം ആയതുകൊണ്ട് തന്നെ ജീവനക്കാരും മറ്റ് കസ്റ്റമേഴ്സും ഒന്നും അവിടേക്ക് എത്താഞ്ഞത് വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ ആശ്വസിക്കാം, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. രാവിലെ ഉള്ള സമയമായതുകൊണ്ട് തന്നെ കടയൊക്കെ തുറക്കുന്നതിന് മുൻപുള്ള സമയമായതുകൊണ്ട് തന്നെ കുറച്ച് ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആദ്യം ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നീട് ഫയർ യൂണിറ്റുകൾ ആദ്യം തന്നെ ഈ മീഞ്ചന്തയിൽ നിന്നും കോഴിക്കോട് ബീച്ചിൽ നിന്നുള്ള 3 ഫയർ യൂണിറ്റുകൾ ആദ്യം എത്തി. കെട്ടിടത്തിന്റെ ഈ വലതു ഭാഗത്താണ് തീ കാര്യമായിട്ട് തന്നെ ഉയർന്നിരിക്കുന്നത്. അവിടെ 3ാം നിലയിൽ കെട്ടിടത്തിന്റെ വലതുഭാഗത്ത് നമുക്കിത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ തീ അണച്ച ഭാഗത്ത് വീണ്ടും തീ കത്തി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഗ്ലാസ് ആണ് സൈഡിലൊക്കെ തന്നെ ഗ്ലാസ് പൊട്ടി വീഴാനുള്ള ഒരു സാധ്യതയുമുണ്ട്. നേരത്തെ വാഹനങ്ങളിലേക്ക് തീ പടർന്നത് അങ്ങനെയാണ്. ഒരു ഭാഗത്ത് തീ അണയ്ക്കുമ്പോൾ വീണ്ടും തീ പടർന്നു തുടങ്ങുന്ന ഒരു സ്ഥിതിയുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം ഗ്ലാസ് പൊട്ടി തീ പുറത്തേക്ക് വരുന്നുണ്ട്. അത്ര കണ്ട് തീ ഉള്ളിലുണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു സാധ്യത വ്യക്തമാക്കുന്നത്. പക്ഷേ 3ാമത്തെ നിലയിൽ മാത്രമാണ് ഇതുവരെയും ഈ തീപിടുത്തം കാണുന്നത്. പക്ഷേ അത് താഴത്തെ നിലകളിലേക്ക് പടരാനുള്ള സാധ്യത ഏറെയാണ്. കാരണം വസ്ത്രങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതിവേഗം കത്തിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. വലിയ അപകടം ഒഴിവായത് ഈ കടയൊക്കെ തുറക്കുന്നതിന് മുൻപുള്ള സമയമായതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല. ഏതാനും ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ആദ്യം തീ അണയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് വിജയിച്ചില്ല. തുടർന്ന് അഗ്നിശമന സേനാംഗങ്ങൾ എത്തി ഇവിടെ വശങ്ങളിൽ നിന്ന് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ദൃശ്യങ്ങളിൽ കാണാം. 3ാമത്തെ നിലയിൽ പടർന്ന തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഗ്ലാസ് സൈഡും മുഴുവൻ ഇതിൻ്റെ വശം മുഴുവൻ ഗ്ലാസ്സാണ്. ആ ഗ്ലാസ് ഈ തീയുടെ ആഘാതത്തിൽ ഗ്ലാസ് പൊട്ടി താഴോട്ടേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ ഒരു അപകടം നിറഞ്ഞ സാഹചര്യം കൂടിയാണ് ഈ തീ അണയ്ക്കുന്നത്. വളരെ അപകടം പിടിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എന്ന് വേണം പറയാൻ. അശ്വിൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ആദ്യം എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ മതിയാവാതെ വന്നപ്പോൾ കൂടുതൽ യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തിയ കാര്യം. നിലവിലെ സാഹചര്യത്തിൽ മതിയായ യൂണിറ്റുകളും സുരക്ഷ ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും പൂർണ്ണമായി അവിടെ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ കൂടുതൽ യൂണിറ്റുകളൊക്കെ എത്തേണ്ട സാഹചര്യം അവിടെ ഉണ്ടോ അശ്വിൻ? സജിത്ത്, 12 യൂണിറ്റ് ഫയർഫോഴ്സ് നിലവിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇത് വേണ്ടത്ര ഈ യൂണിറ്റുകൾ ഇല്ലാത്തതല്ല പ്രശ്നം. കെട്ടിടത്തിനുള്ളിലേക്ക് കടന്ന് എന്ന് തീ അണയ്ക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രായോഗികമല്ല. സൂചിപ്പിച്ചതുപോലെ വസ്ത്രമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വസ്ത്രത്തിൻ്റെ ഗോഡൌണും ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് തീ ഏതൊക്കെ ഭാഗത്തു നിന്ന് എത്ര വേഗം പടരും എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും ഉണ്ടാവില്ല.
ഇപ്പോൾ നമുക്ക് തന്നെ കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ വന്ന സമയത്ത് തീ ഉണ്ടായിരുന്നില്ല. ഈ കെട്ടിടത്തിന്റെ മുൻവശത്തേക്ക് കൂടി തീ പടരുന്ന ഒരു സ്ഥിതിയുണ്ട്. വലിയ രൂപത്തിൽ പുക ആ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വശങ്ങളിലെ റോഡുകളിൽ ഈ ഫയർ യൂണിറ്റുകൾ നിർത്തി അവിടെ നിന്ന് വെള്ളം അടിച്ചുകൊണ്ട് തീ കെടുത്താനുള്ള ശ്രമമാണ്. പക്ഷേ അത് അത്ര കണ്ട് വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം വലിയ കെട്ടിടമാണ്, 3 നില കെട്ടിടമാണ്, കുറേ ഏരിയ വ്യാപിച്ച് നിൽക്കുന്ന കെട്ടിടമാണ്. ഉള്ളിലൊക്കെ ഉള്ളത് വസ്ത്രങ്ങളാണ്. തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പ്രധാന കവാടത്തിൽ കൂടി അഗ്നിശമന സേനാംഗങ്ങൾക്കുള്ളിലേക്ക് കടക്കാൻ സാധിച്ചിട്ടുണ്ട്. താഴത്തെ നിലകളിലേക്ക് തീ പടരുന്നത് ഒഴിവാക്കാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഏതായാലും തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ 3ാമത്തെ നിലയിലാണ് ഇപ്പോൾ തീ പ്രധാനമായുള്ളത്. 3ാമത്തെ നിലയിലെ തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഞ്ജയ്, എന്തായാലും കോഴിക്കോട് വലിയ തീപിടുത്തമാണ് നടക്കുന്നത്. അശ്വിൻ, ഈ തീപിടുത്തം രൂക്ഷമാകുമ്പോൾ അശ്വിൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു അടുത്ത മറ്റ് കെട്ടിടങ്ങളില്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരാനുള്ള സാധ്യത ഇല്ല എന്ന കാര്യം. ഇത് ആ തരത്തിലേക്ക് തന്നെ പ്രവർത്തനം എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കാരണം കോഴിക്കോട് നഗരമധ്യത്തിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്ന ആശങ്ക അടുത്തടുത്ത കെട്ടിടങ്ങളും കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരുക എന്ന പ്രതിസന്ധിയുമാണ്. പക്ഷേ ഇത് ജയലക്ഷ്മിയുടെ കെട്ടിടത്തിൽ തന്നെ ഈ തീപിടുത്തം ഒതുങ്ങും, അല്ലെങ്കിൽ മറ്റു കെട്ടിടങ്ങളിലേക്ക് ഇത് കടക്കില്ല എന്ന് ഉറപ്പാണോ? ആ തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ അശ്വിൻ? സജിത്ത്, ഈ അടുത്ത കെട്ടിടങ്ങളില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം ഇതിൽ. പക്ഷേ ഇത് വലിയ ഏരിയയിൽ, അതായത് ജയലക്ഷ്മി സിൽക്സ് പാളയം റോഡിൽ, ഈ റെയിൽവേ സ്റ്റേഷനോടടുത്ത് പാളയം റോഡിലാണ്. പക്ഷേ മറ്റു കെട്ടിടങ്ങളില്ല. ഈ അടുത്ത് മറ്റു കെട്ടിടങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുമില്ല. പക്ഷേ ഉള്ളിൽ തന്നെ, ജയലക്ഷ്മിക്ക് ഉള്ളിൽ തന്നെ വലിയൊരു ഏരിയ ഇത് കെട്ടിടത്തിൻ്റെതായിട്ട് തന്നെയുണ്ട്. അതിൻ്റെ കെട്ടിടത്തിൻ്റെ വലതു ഭാഗത്താണ് തീ ആദ്യം ഉയർന്നത്. 3ാം നിലയിലാണ് തീ ഉയർന്നത്. അവിടെ നിന്ന് ഈ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഗ്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊട്ടി താഴേക്ക് വീഴുകയും താഴെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് ഇത് വീഴുകയും ചെയ്തതോടുകൂടി വാഹനങ്ങൾക്ക് കൂടി തീ പിടിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അവിടെ നിന്ന് ആദ്യം തീ പിടിച്ച സ്ഥലത്ത് നിന്ന് കൂടുതൽ മുൻഭാഗത്തേക്ക് തീ പടരുന്ന സ്ഥിതിയുണ്ടായി. നമ്മൾ നേരത്തെ കണ്ടു, ആ മുൻഭാഗത്തേക്ക് കൂടുതൽ തീ പടരുന്നു. അവിടെ തീ അണയ്ക്കാനാണ് ഫയർഫോഴ്സ് പിന്നീട് ശ്രമിച്ചത്. പക്ഷേ ഇത് ഒരു ഭാഗത്ത് തീ അണച്ചു കഴിയുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് തീ പടരുന്ന സ്ഥിതിയുണ്ട്. കാരണം ഇത് വസ്ത്രങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്ത്രങ്ങളായതുകൊണ്ട് തന്നെ വിചാരിക്കുന്ന ദിശയിലല്ല തീ പടരുന്നത്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന് അത് നിയന്ത്രിക്കുക എന്നുള്ളത്, ഓരോ സ്ഥലത്തും തീ ഉയരുന്ന സ്ഥലത്തേക്ക് ഈ വെള്ളം അടിച്ചുകൊണ്ട് അവിടെ തീ കെടുത്തുക എന്നുള്ളത് മാത്രമേ ഫയർഫോഴ്സിന് ചെയ്യാനുള്ളൂ. മറ്റ് അപകടങ്ങളില്ല, ജീവനക്കാരൊന്നും തന്നെ ഉള്ളിലില്ല. പക്ഷേ തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരുന്ന സ്ഥിതി തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ഇപ്പോൾ ശ്രമിക്കുന്നത് താഴത്തെ നിലകളിലേക്ക്, 1ഉം 2ഉം നിലകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഉള്ളിലുള്ള സ്റ്റോക്ക് മാറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഉള്ളിലേക്ക് കയറുക ശ്രമകരമായ കാര്യമാണ്. ഫയർ യൂണിറ്റ് ആദ്യം എത്തി ഈ പുറത്തു നിന്ന് വെള്ളം അടിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ ഉള്ളിലേക്ക് കടന്നു കയറുക ശ്രമകരം തന്നെയായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ ഉള്ളിലേക്ക് കടക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി അശ്വിൻ തുടരുക. എന്തായാലും കോഴിക്കോട് പാളയം മാർക്കറ്റിലാണ് ഇത്തരത്തിൽ വളരെ വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ജയലക്ഷ്മിയുടെ ടെക്സ്റ്റൈൽ ബിൽഡിംഗിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. 3ാം നിലയിലാണ് താൽക്കാലികമായി ഇപ്പോൾ തീപിടുത്തം ഉള്ളത്. എങ്കിൽ പോലും മറ്റ് നിലകളിലേക്കൊക്കെ തന്നെയും ഇത് വ്യാപിക്കാനുള്ള വലിയ സാധ്യതയാണുള്ളത്. കാരണം തുണിത്തരങ്ങളാണ് ഉള്ളിലുള്ളത്. സിൽക്ക് പോലെയുള്ള തുണികൾ ഈ തരങ്ങളാവുമ്പോൾ അത് കൂടുതൽ ഇടങ്ങളിൽ പെട്ടെന്ന് തീപിടാനുള്ള സാധ്യതയും ഏറും. അതുകൊണ്ട് തന്നെയാണ് ഫയർഫോഴ്സിന് ആദ്യഘട്ടത്തിൽ അവിടേക്ക് അകത്തേക്ക് കയറിയുള്ള ഒരു അഗ്നിശമന പ്രവർത്തനം നടത്താൻ സാധിക്കാതെ പോയത്. എന്തായാലും ഇപ്പോൾ ഭാഗ്യവശാൽ അകത്തേക്ക് കയറാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ ഈ ഒരു തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അവർക്ക് നടത്താൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് കോഴിക്കോട് നിന്നുള്ള സാഹചര്യം. എന്തായാലും ഈ തീപിടുത്തം ഒരു വലിയ വെല്ലുവിളിയാവുകയാണ് പുതിയ കാലത്ത്. കാരണം വേനൽക്കാലമാണ്, മാത്രമല്ല അത് പലയിടങ്ങളിലും തീപിടുത്തം രൂക്ഷമാകുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഇതൊരു പരീക്ഷണ ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം സംസ്ഥാനത്ത് പലയിടങ്ങളിലായി തുടർച്ചയായി ഇത്തരം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരുപക്ഷെ അവരുടെ ശേഷിക്ക് കൈകാര്യം ചെയ്യുന്നതിലും അധികമുള്ള സംഭവങ്ങളും
മറ്റും അവർക്ക് ചെയ്യേണ്ടി വരുന്നു. ബ്രഹ്മപുരത്തും മറ്റും നമ്മൾ കണ്ടതാണ്. എന്തായാലും കോഴിക്കോട്ടെ തീപിടുത്തം നഗരമധ്യത്തിലാണ്, അതുകൊണ്ട് തന്നെ അത് കോഴിക്കോടിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള തീപിടുത്തത്തിന്റെ വാർത്തകൾ അത് അവിടെ എപ്പോഴും തുടർക്കഥകളാണ്. നിരവധിയായിട്ടുള്ള വാർത്തകൾ ദിവസവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യം പോലും അവിടെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് മിഠായി തെരുവിലൊക്കെ. പക്ഷേ അത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകാതിരിക്കാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ടാണ് പുതിയ മിഠായി തെരുവിന്റെ സ്ട്രക്ചറൊക്കെ ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കോർപ്പറേഷൻ അവകാശപ്പെടുന്നത്. പക്ഷേ ഇത്തരത്തിൽ അവിടെ മാർക്കറ്റുകളിൽ ഈ തീപിടുത്തം തുടരുന്നത് അത് നമ്മളിപ്പോൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ പാളയം മാർക്കറ്റിലാണ് ജയലക്ഷ്മിയുടെ ടെക്സ്റ്റൈൽ ഷോറൂം ബിൽഡിങ്ങിൽ ഇത്തരത്തിൽ വളരെ വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതിരാവിലെ ഉള്ള ഞങ്ങള് പാളയത്ത് ഒരു ലൈവ് ഉണ്ടായിരുന്നു. എന്തായാലും അതിരാവിലെയുള്ള തീപിടുത്തം ആയതുകൊണ്ട് തന്നെ അധികം ജീവനക്കാരുണ്ടായിരുന്നില്ല, കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. എന്തായാലും പൂർണ്ണമായും ഒഴിവായി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം തുണിത്തരങ്ങളായതുകൊണ്ട് തന്നെ തീ വളരെ രൂക്ഷമായി തന്നെ പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അത് ശമിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും അഗ്നിശമന സേനയുടെ ഭാഗത്ത് നിന്ന് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്വിൻ വല്ലത്താണ് നമുക്ക് ആ വിവരങ്ങൾ നൽകിയത്. എന്തായാലും വരും നിമിഷങ്ങളിൽ നമുക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷനുകളിലൊക്കെ നോക്കാം. ഇപ്പോൾ താൽക്കാലികമായ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളും പരിശോധിക്കും. യെസ്, അതാണ് പാലക്കാട് നിന്നുള്ള വാർത്തകൾ. അപ്പോൾ നമ്മൾ പോകുന്ന ഇനി തൃശ്ശൂരേക്കാണ്. തൃശ്ശൂരിൽ നിന്നുള്ള ചില സുന്ദര കാഴ്ചകളാണ് ഇനി പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. ചിമ്മിനി ഡാം. അതെ, ചിമ്മിനി ഡാം ഇപ്പോൾ സഞ്ചാരികളുടെ ഒരു പറുദീസയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വേനൽ അവധിയൊക്കെ തുടങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ ഈ വേനൽക്കാലത്തിന്റെ ആ ഒരു അസഹിഷ്ണുത മാറ്റാനും നല്ല കാലാവസ്ഥയിലേക്ക് പോവുക എന്നുള്ളതാണ് ആൾക്കാർ ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഈ ചിമ്മിനി ഡാമും അതിന്റെ വൃഷ്ടിപ്രദേശങ്ങളും എല്ലാം അത്തരത്തിൽ നല്ലൊരു കാലാവസ്ഥയുള്ള നല്ല കാഴ്ചകൾ നൽകുന്നൊരു സ്ഥലമാണ്. ഈ സുഖകരമായ കാലാവസ്ഥ കാണാൻ നിരവധി പേർ മറ്റ് സംസ്ഥാനങ്ങളും മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ നിരവധി പേരാണ് തൃശ്ശൂരിലെ ഈ ചിമ്മിനി ഡാമിലേക്കും എത്തുന്നത്. കാണാം. തൃശൂരിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ആമ്പല്ലൂരിൽ നിന്ന് പാലപ്പിള്ളി റോഡിലൂടെ 28 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചിമ്മിനി വനമേഖലയ്ക്കരികിലെത്താം. ഏച്ചിപ്പാറയിൽ നിന്ന് സന്ദർശക പാസ് വാങ്ങിയവർക്ക് മാത്രമേ ചിമ്മിനിയിലേക്ക് പ്രവേശനമുള്ളൂ. ഇത് ശനി ഞായർ അതേമാതിരി ഒഴിവ് ദിവസങ്ങളിലാണ് കൂടുതൽ വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങൾ മിതമായ രീതിയിലുള്ള വിനോദസഞ്ചാരികൾ വന്ന് കണ്ടുപോകുന്നുണ്ട്. ഇവിടെ എൻട്രൻസ് ഫീ നമ്മൾക്ക് ചെക്ക് പോസ്റ്റിൽ ഈടാക്കുന്നുണ്ട്. അപ്പോൾ എൻട്രൻസ് ഫീ അടച്ച് ടോക്കൺ എടുത്ത് അങ്ങോട്ട് പോകുന്നവർക്ക് ഈ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്.
ചിമ്മിനി പുഴയ്ക്കു കുറുകെയാണ് അണക്കെട്ട്. ഡാമിന് ഇരുകരകളിലുമായി വന്യജീവി സങ്കേതം. അണക്കെട്ടിന് മുകളിൽ നിന്നുള്ള ദൃശ്യം അതിമനോഹരമാണ്. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഇവിടം. സഞ്ചാരികളുടെ മനം കുളിർപ്പിക്കുന്ന വനസൗന്ദര്യം നുകർന്നുള്ള യാത്രയാണ് ഇവിടുത്തെ സവിശേഷത. യാത്രയിൽ വിവിധയിനം പക്ഷി മൃഗാദികളെയും കാണാം. നിത്യഹരിത വനങ്ങളും ഇലപ്പൊഴിയും വനങ്ങളും നിറഞ്ഞ ചിമ്മിനി വനമേഖലയിൽ കൊച്ചരുവികളും നിരവധി ചെറുവെള്ളച്ചാട്ടങ്ങളുമുണ്ട്. നയനമനോഹരമായ കാഴ്ചകളാണ് ചിമ്മിനിയിൽ പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നത്. ചിമ്മിനി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലെ റോഡിലൂടെ സൈക്കിൾ സവാരിക്കും വനംവകുപ്പ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 കിലോമീറ്ററോളം ദൂരം സൈക്കിൾ ചവിട്ടി വനംവകുപ്പിന്റെ പ്രത്യേക അനുമതിയോടെ മാത്രം കാണാവുന്ന വെള്ളച്ചാട്ടത്തിന് അരികിലെത്താം. രാവിലെയും വൈകിട്ടുമായി സൈക്കിൾ ചവിട്ടാൻ വിനോദസഞ്ചാരികളുടെ തിരക്കാണിവിടെ. ഞാനിവിടെ ഇടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ആനേനെ കണ്ടു, പിന്നെ അതുപോലെ തന്നെ കാട്ടുപോത്തിനെ കണ്ടു. കൊട്ടവഞ്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത്. അവിടെ പോയപ്പോഴാണ് കാണാൻ പറ്റിയത്. പിന്നെ മാനിനെ കണ്ടു, പക്ഷെ മാനിനെ നമുക്ക് ഞങ്ങളെത്തുമ്പോഴേക്കും ഓടിപ്പോയി. അങ്ങനെ കുറേ ഇതുണ്ടായി. പിന്നെ സൈക്ലിംഗ് ഉണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ്. വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അങ്ങോട്ട് നമുക്ക് അലോ ചെയ്യും, ചില സമയത്ത് മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ. ഈ ആനയുടെ ശല്യം കൂടുതലുള്ള സമയത്ത് ഇവർ അലോ ചെയ്യുന്നില്ല. ചിമ്മിനി ഡാമിലെ കുട്ടവഞ്ചി യാത്രയാണ് മറ്റൊരു ആകർഷണം. ഏകദേശം ഒരു 5 വർഷത്തോളം കൊട്ടവഞ്ചിയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ വേറൊരു പണിക്ക് പോകുന്നില്ല, ഈ കൊട്ടവഞ്ചി മാത്രമേ ഉള്ളൂ. ഡെയിലി അത്യാവശ്യം ആൾക്കാരുണ്ട്. വിദഗ്ധരായ തുഴച്ചിലുകാർ ഒരുക്കുന്ന യാത്രയിൽ ചിമ്മിനി മലനിരകൾ ഇങ്ങനെ ഒരു വഞ്ചിയിൽ കയറി ഇങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല സന്തോഷം തോന്നി. ബ്രെത്ത് ആയിരുന്നു ശരിക്കും. അവിടെ നടുക്കൊക്കെ എത്തിയപ്പോൾ ഒരു കറക്കണ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ശരിക്കും അത് അനുഭവിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് ഫാമിലി ആയിട്ട്. അപ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാനായിട്ട് തോന്നുന്ന ഒരു സ്ഥലമാണ്. ആദിവാസി മേഖലയിലെ 30ഓളം പേർ ചിമ്മിനിയിലെ ഇക്കോ ടൂറിസത്തിന് ഭാഗമാണ്. കാട്ടുതീ പ്രതിസന്ധിയാണെന്നും വനം സംരക്ഷിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. കാട്ടുതീ ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ അതിന് ശരിക്കും ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഓരോ പ്രത്യേകതകളും നമ്മൾ തന്നെ അനുഭവിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഈ കർഷകർ ഈ മലയോര മേഖലകളിലുള്ള കർഷകരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇതിന് നമ്മൾ എൻ്റെ ഒരു അറിവ് വെച്ച് പറയുന്നതാണ്. അവരായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ് ചർച്ച ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു വലിയൊരു ആവശ്യം.
സഞ്ചാരികൾക്കായി വിവിധതരം ക്യാമ്പുകളും വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. വെൽക്കം ബാക്ക്. കനകക്കുന്നിൽ നിന്ന് പ്രഭാത കേരളം തുടരുകയാണ്. നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിൽ എക്കാലവും ആശങ്ക അരിക്കൊമ്പനാണ്. അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് ഇതുവരെയും പരിഹാരമുണ്ടായിട്ടില്ല. അവിടെ ദൗത്യം വനംവകുപ്പ് ആരംഭിക്കാൻ തുടങ്ങി, കോടതി ഇടപെട്ടു, പ്രതിസന്ധികളാണ്. പക്ഷേ ഇപ്പോഴും അവിടെ ജനങ്ങളുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് ഇപ്പോഴും രാപ്പകൽ സമരം നടക്കുകയാണ് എന്നതാണ് പശ്ചാത്തലം. യെസ്, അവിടെ നിന്നും പ്രിൻസ് ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. പ്രിൻസ്, വെരി ഗുഡ് മോർണിംഗ്. കാരണം ഈ അരിക്കൊമ്പൻ ദൗത്യം ഒരു അനിശ്ചിതത്വത്തിലായി നിൽക്കുന്ന സാഹചര്യമാണ്. ഇനി ദൗത്യ സംഘം മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാരിനും കോടതിക്കും മുന്നിലുള്ള ഇടപെടലുകൾ, തുടർച്ചയായ ഇടപെടലുകൾ ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? സമരം തുടരുകയാണോ? പ്രദേശവാസികളുടെ പ്രതിഷേധം അതെങ്ങനെ പുരോഗമിക്കുന്നു? പ്രിൻസ്. ഗുഡ് മോർണിംഗ്. നിലവിലത്തെ സാഹചര്യത്തിൽ മാർച്ച് 5 വരെ, അതായത് കോടതി നിശ്ചയിച്ചിരിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ച ദിവസം വരെ ഈ രാപ്പകൽ സമരം തുടരാനാണ് സിംഗുകൾ നിവാസികളുടെ തീരുമാനം. പകൽ സമയത്ത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരും പുരുഷന്മാരും സമരം നടത്തുകയും രാത്രികാലങ്ങളിൽ പുരുഷന്മാർ ഈ സമർപ്പണത്തിൽ ഇരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ സമർപ്പണത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ സിംഗുകരണത്തിന് ഈ മേഖലയിലൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്ന ഒരു കൃഷിയുടെ സാഹചര്യം ഉണ്ടായി. ഇപ്പം അരിക്കൊമ്പൻ അടക്കമുള്ള ആനകൾ ഈ പ്രദേശത്തിൽ ചേർന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും. അപ്പം ഈ സമരത്തിനോടൊപ്പം തൂപ്പാറയിൽ എല്ലാ ദിവസവും 5-ാം തീയതി വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ 6 വരെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ധർണയും നടക്കും. പ്രധാനമായും രാജകുമാരി, ചാത്തൻപാറ, സേനാപതി, ചിന്നക്കര പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും പഞ്ചായത്ത് അംഗങ്ങള്, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളൊക്കെയാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ കൂടുതൽ ശക്തമായ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ആര്യ. യെസ്, എന്തായാലും അരിക്കൊമ്പൻ ആശങ്ക തുടരുകയാണ്. പ്രദേശവാസികളുടെ പ്രതിഷേധം അവിടെ ശക്തമായി തന്നെ തുടരുന്നു എന്നതാണ് സാഹചര്യം. വീണ്ടും നമ്മൾ തലസ്ഥാനത്തേക്ക് പോവുകയാണ്, അല്ലെ? തലസ്ഥാനത്തെ പോലീസ് വാഹനങ്ങളുടെ ഇന്ധന വിതരണം നിലച്ചു എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. SAP ക്യാമ്പിലെ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകേണ്ട പെട്രോൾ പമ്പ് അടിച്ചു. അത് പെട്രോൾ ഏജൻസിക്ക് പണം നൽകാത്തതിനെ തുടർന്നാണ് ഇത്തരമൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണമായി പറയുന്നത്. വി വിനോദ്, അല്ലെ? വി വിനോദ് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. വിനോദ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ പ്രതിസന്ധിയുടെ ഒരു രൂക്ഷത എത്രമാത്രമുണ്ട്? പോലീസ് വാഹനങ്ങൾ നിരത്തിൽ കിടക്കേണ്ട അവസ്ഥ വരുമോ? പേർക്കട SAP ക്യാമ്പിലെ പമ്പാണ് പൂട്ടിയത്. ഈ പമ്പ് ഇതിനു മുൻപും പലതവണ പൂട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കുടിശ്ശിക വരികയും കുറെ കാലം പൂട്ടിയിടുകയും പിന്നെ ഈ കുടിശ്ശിക തീർക്കുമ്പോൾ വീണ്ടും പമ്പ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നതാണ് രീതി. ഇപ്പോൾ വീണ്ടും ഈ 1.5 കോടി രൂപ കുടിശ്ശിക വന്നതിനെ തുടർന്ന് ഇന്ധനം നൽകില്ല എന്ന് അറിയിച്ചിട്ടുള്ളത്. നേരത്തെയും ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് തന്നെയാണ് പോലീസിന്റെ പമ്പുകൾക്കും ഈ ബുദ്ധിമുട്ട് വരുന്നത്. നേരത്തെ ജില്ലാ പോലീസ് മേധാവിമാർ ചില സർക്കുലർ ഇറക്കിയത് വിവാദമായിരുന്നു. അതായത് ഇന്ധനം അടിക്കാൻ കാശില്ലാത്തതിനാൽ സ്വകാര്യ പമ്പുകളിൽ നിന്ന് അടിക്കുക എന്ന നിർദ്ദേശമാണ് നൽകിയത്. പക്ഷെ അതിന് പണം ആര് നൽകണം എന്നത് വ്യക്തമാക്കിയിരുന്നില്ല. സ്വാഭാവികമായും അന്ന് സേനാംഗങ്ങളിൽ നിന്ന് ഉയർന്ന ചോദ്യം പല ജില്ലകളിലായാണ് അങ്ങനെ പരാതിയായി വന്നത്. ഇത് പമ്പുകളിൽ പോയി കടം പറയേണ്ടി വരുമോ, അല്ലെങ്കിൽ പമ്പ് ഉടമകളെ അവർക്ക് മുന്നിൽ അപേക്ഷിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ പോലീസിന് ഉണ്ടാകില്ലേ എന്ന തരത്തിലൊക്കെയും ചില പരാതികൾ പോലീസിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, അങ്ങനെ കടം വാങ്ങിയൊക്കെയും ഇന്ധനം നിറച്ചാൽ ഒരുപക്ഷെ അവർ പല കാര്യങ്ങൾക്കും സ്വാധീനിക്കാൻ വരും. അതിനൊക്കെയും ചിലപ്പോൾ വഴങ്ങിക്കൊടുക്കേണ്ട സാഹചര്യവും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകും. ഇത്തരത്തിലുള്ള ആശങ്കകളും പരാതികളും സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വന്നു. ഈ ബദൽ മാർഗം എന്ന് സംബന്ധിച്ച് പലപ്പോഴും ഈ ജില്ലാ പോലീസ് മേധാവിമാരുടെയും മറ്റും ഉത്തരവുകളിൽ പറയാറില്ല. ഏതായിരുന്നാലും ഈ പേരൂർക്കട പമ്പിനെ സംബന്ധിച്ച് ഇടയ്ക്കിടെ ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാകാറുണ്ട്. ആ പ്രതിസന്ധി ഒരിക്കൽ കൂടി ഉണ്ടായിരിക്കുന്നു. സജിത്ത്. യെസ്, അതാണ് സാഹചര്യം.
സാഹചര്യം അതാണ്. എന്തായാലും പോലീസ് വാഹനങ്ങളുടെ ഇന്ധനം മുടങ്ങുന്ന അവസ്ഥ. അതെ, പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വാഹനങ്ങളുടെ അപര്യാപ്തത മൂലം കൃത്യമായി ആ സ്ഥലങ്ങളിലേക്ക് എത്താൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. സ്വന്തം വാഹനങ്ങൾ പോലും ഇത്തരത്തിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഗതികേട് പല ഉദ്യോഗസ്ഥർക്കും പല ഘട്ടങ്ങളിലും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സമാനമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ തലസ്ഥാനത്തെ ചില പോലീസ് സ്റ്റേഷനുകളുടെ സാഹചര്യം നീങ്ങുന്നത് എന്നുള്ളതാണ്. എന്തായാലും വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് നമുക്ക് ദേശീയ തലത്തിലെ ദേശീയ തലത്തിൽ ഏറ്റവും പ്രത്യേകിച്ച് നമ്മുടെ അയൽനാട്ടിലായ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം അത് അരങ്ങൊരുങ്ങുകയാണ്. വലിയ തരത്തിലുള്ള പ്രചരണ കോലാഹലങ്ങളും നീക്കങ്ങളും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. കാണാം കർണാടകയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുണ മണ്ഡലത്തിൽ സിദ്ധരാമയ്യക്കെതിരെ മകൻ വിജയേന്ദ്ര മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ നൽകി മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ സീറ്റായ ശിക്കാരിപുരയിലാണ് വിജയേന്ദ്ര മത്സരിക്കുക. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുന്നതിനിടെ 2 MLA-മാർ കൂടി കോൺഗ്രസിൽ ചേരാൻ ഒരുങ്ങുകയാണ്. BJP MLA NY ഗോപാലകൃഷ്ണ, JDS MLA AT രാമസ്വാമി എന്നിവരാണ് രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ER രാഗേഷിനോട് ചോദിക്കാം. രാഗേഷ്, ഗുഡ് മോർണിംഗ്. കർണാടക തന്നെയാണ് ദേശീയ തലത്തിൽ ഉറ്റുനോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് മുന്നിലുള്ളത്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ എങ്ങനെയാണ്? സജിത്, ആര്യ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം കർണാടകത്തിലെ ഏറ്റവും വലിയ ചർച്ചയായ വാർത്തകളിലൊന്നായിരുന്നു സിദ്ധരാമയ്യക്കെതിരെ യെദ്യൂരപ്പയുടെ മകൻ വിജയേന്ദ്ര മത്സരിക്കുമെന്ന വാർത്ത. പ്രത്യേകിച്ച് BJP ദേശീയ നേതൃത്വം ഇക്കാര്യം പരിഗണിക്കുന്നു. വിജയേന്ദ്രയെ വരുണയിൽ മത്സരിപ്പിക്കാൻ കാര്യം ആലോചിക്കുന്നതടക്കമുള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ യെദ്യൂരപ്പ ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് വരുണയിൽ മത്സരിക്കുന്ന ചോദ്യം ഉദിക്കുന്നില്ല, വിജയേന്ദ്ര ശിക്കാരിപുരയിൽ തന്നെ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ യെദ്യൂരപ്പ വ്യക്തമാക്കിയിരിക്കുന്നത്. ശിക്കാരിപുര നിലവിൽ യെദ്യൂരപ്പയുടെ സിറ്റിംഗ് സീറ്റാണ്. യെദ്യൂരപ്പ അവിടെ നിന്ന് 8 തവണ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി യെദ്യൂരപ്പ ഉയർത്തിക്കൊണ്ടുവരുന്ന നേതാവാണ്, മകനാണ് വിജയേന്ദ്ര. അതുകൊണ്ട് തന്നെ വിജയേന്ദ്ര അവിടെ ഇത്തവണ മത്സരിക്കും എന്ന വ്യക്തതയാണ് ഇപ്പോൾ യെദ്യൂരപ്പയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും വിജയേന്ദ്രയ്ക്ക് മേൽ സമ്മർദ്ദമുണ്ടാവും. പക്ഷേ വിജയേന്ദ്ര ശിക്കാരിപുരയിൽ തന്നെ മത്സരിക്കുമെന്ന് യെദ്യൂരപ്പ വ്യക്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ആ ചർച്ചകൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരുപക്ഷെ വരുണയിൽ മത്സരിക്കുകയാണ് വിജയേന്ദ്ര വരുണയിൽ മത്സരിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടമായി അത് മാറുമായിരുന്നു. പക്ഷേ യെദ്യൂരപ്പ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട് വരുണയിൽ മത്സരിക്കുന്നില്ല, വരുണയെക്കുറിച്ച് തനിക്ക് വ്യക്തമായ നിലപാടുണ്ട്, അക്കാര്യം താൻ പാർട്ടിയെ അറിയിച്ചുകൊള്ളാമെന്ന പ്രതികരണമാണ് ഇപ്പോൾ യെദ്യൂരപ്പയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ പിൻഗാമിയായി ശിക്കാരിപുരയിൽ തന്നെ വിജയേന്ദ്ര മത്സരിക്കുമെന്ന് യെദ്യൂരപ്പ വ്യക്തമാക്കിയിരിക്കുകയാണ്. മറ്റൊരു കാര്യം, കൂടുതൽ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷവും MLA-മാർ അടക്കമുള്ളവർ കൂടുമാറ്റം കർണാടകത്തിൽ തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പല നേതാക്കളും BJP-യിൽ നിന്നും കോൺഗ്രസിലേക്കും കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്കും അടക്കം കൂറുമാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ നേതാക്കൾ ഈ പ്രഖ്യാപിച്ചതിന് ശേഷവും കൂടുതൽ നേതാക്കൾ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ 2 MLA-മാർ കൂടി ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. ഒരു BJP MLA-യും ഒപ്പം തന്നെ ഒരു JDS MLA-യുമാണ് രാജിവെച്ചിരിക്കുന്നത്. BJP MLA-ആയ NY ഗോപാലകൃഷ്ണൻ ഒപ്പം തന്നെ NT രാമസ്വാമി JDS MLA-യാണ് രാജിവെച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും കോൺഗ്രസിൽ ചേർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഗോപാലകൃഷ്ണ നേരത്തെ കോൺഗ്രസ് നേതാവായിരുന്നു, 4 തവണ കോൺഗ്രസ് MLA ആയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് BJP-യിലേക്ക് ചേക്കേറിയത്. ഇത്തവണ 70 വയസ്സ് കഴിഞ്ഞ നേതാക്കൾക്ക് സീറ്റ് നൽകാൻ സാധ്യതയില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് ശേഷമാണ് ഇപ്പോൾ ഏതായാലും NY ഗോപാലകൃഷ്ണ ഇപ്പോൾ കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് അദ്ദേഹത്തിന് സീറ്റ് നൽകാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ AT രാമസ്വാമി JDS നേതാവാണ്, 4 തവണ MLA ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹാസൻ ജില്ലയിലെ പ്രധാനപ്പെട്ട JDS നേതാവായിരുന്നു. അദ്ദേഹവും ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. രാമസ്വാമി വ്യക്തമായിരിക്കുന്നത് സീറ്റ് നൽകുന്ന ഏത് പാർട്ടിയുമായി സഹകരിക്കും എന്ന പ്രഖ്യാപനം കൂടി രാമസ്വാമിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മാത്രം 2 നേതാക്കൾ 2 MLA-മാരാണ് ഇപ്പോൾ JDS വിട്ടിരിക്കുന്നത്. നേരത്തെ രാമസ്വാമിക്ക് പുറമെ SR ശ്രീനിവാസും JDS-ൽ നിന്ന് രാജിവെച്ചിരുന്നു, MLA സ്ഥാനം രാജിവെച്ചിരുന്നു. തുടർന്ന് കോൺഗ്രസിൽ ചേരുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാമസ്വാമി കൂടി രാജിവെച്ചിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ കൂടുതൽ സീറ്റുകൾ പ്രഖ്യാപിക്കാനുണ്ട്. 2ാം ഘട്ട പട്ടിക ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിന് മുന്നോടിയായി കൂടുതൽ നേതാക്കൾ ഒരുപക്ഷെ കോൺഗ്രസിൽ ചേരാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ BJP-യിലേക്കാണ് കൂടുതൽ നേതാക്കളുടെ ചൂടുമാറ്റമെങ്കിൽ ഒരുപക്ഷെ എക്സിറ്റ് പോളുകളടക്കം കോൺഗ്രസിന് സാധ്യത കൽപ്പിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നേതാക്കളുടെ ഒഴുക്ക് ഇത്തവണ കോൺഗ്രസിലേക്കാണ്. വീണ്ടും സജിത്തിലേക്കും ആര്യയിലേക്കും.
എന്തായാലും കർണാടക തെരഞ്ഞെടുപ്പ് ചിത്രമാണ് രാകേഷ് പങ്കുവച്ചത്. വളരെ ശ്രദ്ധേയമാണ് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം. പ്രത്യേകിച്ച് കേരളത്തിലെ അയൽ സംസ്ഥാനമാണ്. അതുകൊണ്ടുകൂടി മലയാളികൾ കൂടി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പായി മാറുമ്പോൾ മലയാളികൾക്കും പ്രാധാന്യമുണ്ട്. ദേശീയ തലത്തിലും വലിയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ദേശീയ തലത്തിലെ ഒരു വാർത്താ ചിത്രം അങ്ങനെയാണ്. ഇനി നമ്മൾ വീണ്ടും തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അവിടെ തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ ആരംഭിച്ച പ്രപഞ്ചയാഗം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2ാം ദിനമാണ്. വളരെ വലിയ ഭക്തജന തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. നേപ്പാളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള യാഗാചാര്യന്മാർ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന യാഗം ഏപ്രിൽ 6 വരെയാണ് തുടരുന്നത്. യാഗശാലയിൽ പുലർച്ചെ അരണിയിൽ നിന്ന് ജ്വലിപ്പിച്ച അഗ്നി ഹോമകുണ്ടത്തിൽ പകർന്നതോടുകൂടിയാണ് യാഗത്തിന് തുടക്കമായത്. ബാലത്രിപുരസുന്ദരി ദേവി മുഖ്യപ്രതിഷ്ഠയായ പൗർണമിക്കാവ് മറ്റൊരു മഹായാഗത്തിനു കൂടി വേദിയാവുകയാണ്. നേപ്പാളിലെ പശുപതിനാഥ്, ബദരിനാഥ്, കേദാർനാഥ്, പത്മനാഭസ്വാമി ക്ഷേത്രം, മധുര മീനാക്ഷി ക്ഷേത്രം തുടങ്ങി 108 പുണ്യകേന്ദ്രങ്ങളിലെ മുഖ്യ പുരോഹിതർ കാർമ്മികത്വം വഹിക്കും. അഘോരി പരമ്പരയിലെ ശ്രീ ശ്രീ കൈലാസപതിയാണ് യാഗാചാര്യൻ. പഞ്ചമുഖ ഗണപതി, ഹാലാസ്യ ശിവൻ, പരാശക്തി, നാഗദേവകൾ തുടങ്ങി നിരവധി ഉപദേവകളുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. മാസത്തിൽ 2 തവണയെ നട തുറക്കൂ. പൗർണമിക്കും അത് കഴിഞ്ഞു വരുന്ന 2ാമത്തെ വെള്ളിയാഴ്ചയിലും. കഴിഞ്ഞ വർഷം 10 ദിവസം നീണ്ട മഹാകാളി യാഗം നടന്നിരുന്നു. പ്രപഞ്ച നന്മയ്ക്കും ജീവരാശിയുടെ രക്ഷയ്ക്കുമായാണ് യാഗം നടത്തുന്നത്. യാഗശാല കാണാനെത്തുന്ന തീർത്ഥാടകർക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. യെസ്, അപ്പോൾ ഈ മാർച്ച് 31 എന്ന് പറയുമ്പോൾ ഈ ഒരു അധ്യയന വർഷത്തിന്റെ കൂടി ഒരു അവസാനമാണ്. അതോടൊപ്പം തന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥ തലങ്ങളിൽ അടക്കം ഈ വിരമിക്കലിന്റെയും കൂടി ഒരു സമയമാണ്. അപ്പോൾ നിരവധി അധ്യാപകരാണ്, കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകർ കോളേജിന്റെയും സ്കൂളിന്റെയും ഒക്കെ പടി കടന്നു പോകുന്ന വാർത്തകൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ പ്രിയങ്കരനായ ഒരു അധ്യാപകൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച കഥ വരുന്നത് കോഴിക്കോട് നിന്നാണ്. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ പ്രിയങ്കരനായ അധ്യാപകൻ പ്രൊഫസർ MC വസിഷ്ഠ് വിരമിച്ചു. 27 വർഷത്തെ അധ്യാപക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന വസിഷ്ഠ് മാഷിന് വിട പറയുകയാണ് MCC. ക്രിസ്ത്യൻ കോളേജിന്റെ പ്രശസ്തിയുടെ വഴികളിലെല്ലാം MC വസിഷ്ഠ് എന്ന അധ്യാപകന്റെ അടയാളങ്ങളുണ്ടായിരുന്നു. 1996 MC വസിഷ്ഠ് ചരിത്ര അധ്യാപകനായി കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെത്തിയത്. 27 വർഷത്തിനിപ്പുറം ക്യാമ്പസ് ഒരുപാട് മാറി. പക്ഷേ അന്നും ഇന്നും കുട്ടികൾക്കിടയിലാണ് വസിഷ്ഠ് മാഷ്. ഞാൻ ആദ്യം ഇവിടെ വരുന്നൊരു ഗസ്റ്റ് ലെക്ചർ ആയിട്ടാണ് 1995 നവംബർ 20. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ഇവിടെ ഒരു സ്ഥിരാധ്യാപകനാവുന്നത്. അന്ന് പ്രീ ഡിഗ്രി ഉള്ളൊരു സമയമാണ്. അന്നായിരുന്നു ക്യാമ്പസിൽ ചിത്രശലഭങ്ങൾ പറഞ്ഞിരുന്നൊരു കാലം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നൊരു കാലം. എനിക്കിവിടെ ആദ്യമായിട്ട് പഠിപ്പിക്കാനുണ്ടായിരുന്നത് ഒരു 80 കുട്ടികളുള്ള ഒരു ഫസ്റ്റ് പ്രീ ഡിഗ്രി ക്ലാസ് ആയിരുന്നു. അത് ഞാൻ അതിന് മുമ്പ് അത്രയും കുട്ടികളെ അഭിസംബോധന ചെയ്തിട്ടില്ല. പാരൽ കോളേജിൽ പഠിപ്പിച്ചിരുന്നു. അപ്പോഴേക്ക് 20-30 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ഭയങ്കര വലിയൊരു ഡിഫറൻസ് ആയിരുന്നു. വിരസമാകാൻ സാധ്യതകൾ ഏറെയുള്ള ചരിത്രത്തെ സരസമാക്കാൻ വസിഷ്ഠ് മാഷിന് കുറുക്കു വഴികളുണ്ട്. ചരിത്രവും സയൻസും ക്രിക്കറ്റും സാഹിത്യവും സിനിമയും. അങ്ങനെ മാഷും കുട്ടികളും സംസാരിക്കാത്ത വിഷയങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. മാഷ ക്ലാസ് തന്നെയാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. മാഷ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ വെറുതെ ഒരു ചരിത്രം എടുത്തു പോവുകയല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചരിത്രം പഠിപ്പിക്കുന്നതിനും അത് പഠിക്കുന്നതിനും ഒരു രീതിയുണ്ട്. അപ്പോൾ സാറ് ഞങ്ങളെ ഏറ്റവും എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഏറ്റവും അടുത്തുള്ള കാര്യം എന്താണോ അതാണ് സാറ് പറയുക. പൊതുവേ സാറ് സിനിമകൾ പറയും. അതുപോലെ സാറ് സിനിമകളും ക്രിക്കറ്റും നല്ലോണം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ് ക്രിക്കറ്റുകളെ പറ്റിയും ക്രിക്കറ്റിലെ ചില നല്ല കാര്യങ്ങളെ പറ്റിയും അതുപോലെ തന്നെ സിനിമയിലെ ചില കാര്യങ്ങളെ പറ്റിയും അതുപോലെ സമകാലീന രാഷ്ട്രീയം ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് സാർ ഞങ്ങൾക്ക് എപ്പോഴും ക്ലാസ് എടുക്കാറുള്ളത്. അപ്പോൾ സാറിൻ്റെ ക്ലാസ് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ക്ലാസ് മുറിയുടെ ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല മാഷിന്റെ പ്രവർത്തനങ്ങൾ. എണ്ണമില്ലാത്തത്ര എക്സിബിഷനുകൾ, പുസ്തകങ്ങൾ, പാട്ടെഴുത്ത്, ആനുകാലികങ്ങളിലെ ലേഖനങ്ങൾ. അങ്ങനെ ക്ലാസ് മുറിക്ക് പുറത്തും മാഷ് ചരിത്രം രചിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് തന്നെ ഒരു വിദ്യാർത്ഥിയിലൂടെയാണ്. ആ വിദ്യാർത്ഥി പറയുകയാണ്, വസിഷ്ഠ് സാറ് ഞങ്ങളെ വളരെയധികം പ്രചോദിപ്പിച്ച
അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ സമയം പോകുന്നത് ഞങ്ങൾ അറിയാറില്ല. അസാധാരണമായൊരു അധ്യാപന പാഠവം അദ്ദേഹത്തിനുണ്ട് എന്നൊക്കെ ഒരു വിദ്യാർത്ഥിനി എന്നോടൊരിക്കൽ പറയുകയുണ്ടായി. എങ്കിൽ അങ്ങനെയുള്ള ഒരു അധ്യാപകനെ പരിചയപ്പെടാതിരിക്കുന്നത് മോശമാണല്ലോ എന്ന് ഞാൻ കരുതി. അതായിരുന്നു, ആ വിദ്യാർത്ഥിയുടെ വാക്കുകളായിരുന്നു എന്നെയും പ്രൊഫസർ MC വസിഷ്ഠിനെയും തമ്മിൽ അടുപ്പിച്ചത്. അത് ഇന്ന് വരെ തുടരുന്നു എന്നതിൽ സന്തോഷമുണ്ട്, അതിൽ അഭിമാനമുണ്ട്. ടെക്നോളജി അതിവേഗം വളരുന്ന കാലത്ത് മാഷിനും കുട്ടികൾക്കുമിടയിൽ ജനറേഷൻ ഗ്യാപ്പ് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി ഇങ്ങനെയാകും. എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പുതിയ ടെക്നോളജിയായിട്ട് പൊരുത്തപ്പെടാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പഠിപ്പിക്കുക എന്നുള്ളത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. കാരണം പണ്ടത്തെ കുട്ടികളല്ല, അവർക്ക് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ എല്ലാം കിട്ടും. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് വിജ്ഞാനത്തിൻ്റെ അവസാന വാക്ക് അധ്യാപകനായിരുന്നു. ഇന്ന് ആ ധാരണ മാറി. അപ്പോൾ ഇന്ന് അധ്യാപകൻ കൂടുതൽ സ്വയം നവീകരിക്കപ്പെടേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണ് അധ്യാപകർക്ക് ഉള്ളത്. പക്ഷേ അനിവാര്യമായ ആ ദിവസം എത്തിയിരിക്കുന്നു. അത്രയേറെ പ്രിയപ്പെട്ട MCCയോട് മാഷ് വിട പറയുന്ന ദിവസം. ഔദ്യോഗികമായി വിരമിച്ചാലും കുട്ടികൾക്കിടയിൽ തന്നെ വസിഷ്ഠ മാഷ് ഉണ്ടാകുമെന്നുറപ്പ്. ന്യൂസ് 18 കോഴിക്കോട്. യെസ്, എന്തായാലും വസിഷ്ഠ മാഷും മലബാർ ക്രിസ്ത്യൻ കോളേജും അതൊരു ചരിത്രമാണ്. അതുതന്നെയാണ് സ്റ്റോറി പറയുന്നത്. കേരളം ഒന്നടങ്കം ഇനി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ചൊവ്വാഴ്ച ദിനത്തിലേക്കാണ്. കാരണം അന്നാണ് അട്ടപ്പാടി മധു കേസിലെ വിധി വരാൻ പോകുന്നത്. പ്രതികൾക്കെല്ലാം തന്നെ തക്കതായ ശിക്ഷ ലഭിക്കണമെന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം, പ്രതീക്ഷ. അപ്പോൾ മധുവിന് നീതി കിട്ടുമോ? ഈ മധു കേസിലേറെ ഞെട്ടിച്ചതായിരുന്നു ഈ സാക്ഷികളുടെ കൂറുമാറ്റം. പലപ്പോഴും അത് പ്രോസിക്യൂഷനെയും മധുവിന്റെ കുടുംബത്തെയൊക്കെ അമ്പരപ്പിക്കുന്ന കൂറുമാറ്റം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മറ്റ് കൊലപാതകങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് തെളിയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ശിക്ഷാ നടപടികളിലേക്ക് അടക്കം കടക്കാൻ പറ്റുന്നത് ഈ ഒരു കൊലപാതകത്തിലായിരുന്നു. കാരണം ഡിജിറ്റൽ തെളിവ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ അടക്കം ഉണ്ടായിട്ടും അതിൽ ദൃശ്യങ്ങളിലൊക്കെ തന്നെയും പ്രതികളെ വ്യക്തമായി കാണാം. എന്നിരുന്നിട്ട് കൂടി പലപ്പോഴും ഈ സാക്ഷികൾ കൂറുമാറ്റി പറഞ്ഞത് പല ഘട്ടങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. കോടതി നടപടികൾ പോലും പലപ്പോഴും ഇത് നാടകീയ മുഹൂർത്തങ്ങൾക്ക് പോലും ഇടവെച്ചിട്ടുണ്ട്. റിപ്പോർട്ട് 24 സാക്ഷികളാണ് മധുക്കേസിൽ കൂറുമാറിയത്. മുക്കാലിയിൽ മധു ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായപ്പോൾ സാക്ഷിയായവരിൽ പലരും അതെല്ലാം നിഷേധിച്ചു. കോടതിയിൽ ദൃശ്യങ്ങൾ കാണിച്ചപ്പോഴാണ് പ്രോസിക്യൂഷൻ ഞെട്ടിയത്. ആൾക്കൂട്ട വിചാരണ നടക്കുന്ന സ്ഥലത്ത് സാക്ഷികളിൽ ചിലർ നിൽക്കുന്ന ചിത്രമാണിത്. ഇതിൽ റോസ് കളർ ഷർട്ടിട്ട് നിൽക്കുന്ന ആളാണ് സുനിൽകുമാർ. എന്നാൽ കോടതിയിൽ ഈ ചിത്രം കാണിച്ചപ്പോൾ ഒരു കൂസലുമില്ലാതെ അത് താനല്ലെന്ന് സുനിൽകുമാർ പറഞ്ഞു. അങ്ങനെയാണ് സുനിൽകുമാറിന്റെ കാഴ്ചശക്തി പരിശോധിക്കാൻ കോടതി ആവശ്യപ്പെടുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ട് കാണാനില്ല, ഒരു കൂട്ടത്തിനിടയിൽ ഒരാളാണ്, എനിക്കത് കൃത്യമായിട്ട് കാണുന്നില്ല സാർ എന്ന് പറയുന്നത് മനസ്സിലാക്കാം. ഇത് ഇദ്ദേഹത്തിനെ എടുത്ത് ഫ്രെയിമിൽ കാണിച്ചിട്ട് ചോദിക്കുക. അദ്ദേഹത്തിന്റെ കഴുത്തിൽ അന്ന് കോടതിയിൽ സാക്ഷി പറയാൻ വരുമ്പോൾ ഉള്ള ലോക്കറ്റ് അടക്കമുള്ള സാധനമാണ് ദൃശ്യങ്ങളിൽ കാണിച്ചു കൊടുക്കുന്നത്. ആളുടെ മുഖമല്ല, മുഖം പോട്ടെ, മുഖത്തിലുള്ള. അപ്പം ആ ലോക്കറ്റ് കാണുന്നിടത്തോളം വ്യക്തത വരണമെങ്കിൽ ആ മുഖം, അതിൻ്റെ ലോക്കറ്റിന്റെ മുകളിൽ തലയും കൂടി ഉണ്ടല്ലോ, ആ ഒരു പാർട്ടിൽ എത്ര വ്യക്തത ഉണ്ടാവും. അത് ഒരാളും അത് സുനിൽകുമാർ അല്ലാന്ന് പറഞ്ഞിട്ടില്ല. മീൻസ് മധുവിന്റെ ഏറ്റവും അടുത്ത ബന്ധു ചന്ദ്രൻ മധുവിനെ അറിയില്ലെന്ന് പോലും പറഞ്ഞു. ചന്ദ്രൻ മധുവിന്റെ അടുത്ത ബന്ധുവാണ്, മധുവിനെ അറിയില്ല പറഞ്ഞത്. സ്വന്തം ബന്ധു ഈ പറഞ്ഞ മധുവിനെ അറിയില്ല എന്ന തരത്തിലേക്ക് മൊഴി മാറ്റുമ്പോൾ നമ്മളൊക്കെ സത്യത്തിൽ നിന്ന് ഞെട്ടുകയാണ്. ആ ഒരു തലത്തിലേക്കും ഒരു സാക്ഷി പോവുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റില്ല. ചില സാക്ഷികൾ എന്തു പറഞ്ഞാലും നിഷേധിക്കുന്ന അവസ്ഥയിലായി. വളരെ കാഷ്വൽ ആയിട്ട് നമ്മൾ ചോദിച്ചു, ഇന്ന ആളെ നിങ്ങൾ അറിയുമോ? അതായത് അയാളെ സ്വന്തം അച്ഛനെ അയാളെ അറിയുമെന്നാണ് ചോദിച്ചത്. അറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണ്? അടുത്തൊരു ചോദ്യം ആയിട്ട് നമ്മൾ ചോദിച്ചു, നിങ്ങളുടെ അച്ഛൻ്റെ പേരാണ്. അപ്പം അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ആ പേര് ഞാൻ പറയുന്നത്. അയാളും അയാളുടെ അച്ഛനെ പോലും, അതായത് സ്വന്തം അച്ഛൻ ആരാണെന്ന് ചോദിച്ച പ്രോസിക്യൂട്ടർ എന്ത് ചോദിച്ചാലും അറിയില്ല എന്ന് പറയണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്വന്തം അച്ഛനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ലെന്ന് പറഞ്ഞു സാക്ഷി. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൊടുത്തിട്ടാണ് പല സാക്ഷികളും കോടതിക്ക് വരുന്നത്.
കൂറുമാറിയവർക്കെതിരെ നടപടി വേണമെന്ന് മധുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കേസിൽ 103 സാക്ഷികളെ വിസ്തരിച്ചതിൽ 77 പേർ അനുകൂലമായി മൊഴി നൽകിയത് പ്രോസിക്യൂഷനും മധുവിന്റെ കുടുംബത്തിനും പ്രതീക്ഷ നൽകുന്നതാണ്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. കേരളത്തിലെ സാമൂഹ്യ സ്ഥിതിയെ വെല്ലുവിളിച്ച ഒരു കൊലപാതകമാണ്. എന്തായാലും പ്രതികൾക്കെല്ലാം തക്കതായ ശിക്ഷ ലഭിക്കേണ്ടത് കേരളത്തിന്റെ ഒന്നാകെയുള്ള ആവശ്യമാണ്. എന്തായാലും ചൊവ്വാഴ്ച ദിനത്തിലേക്ക് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ കൊല്ലം അഞ്ചാലമൂട് സ്വദേശി ഷപ്നയുടെ തിരോധാനത്തിന് 5 ആണ്ടാവുകയാണ്. CBI അന്വേഷണം അല്ലാതെ ഒന്നിലും വിശ്വാസമില്ലെന്നാണ് കുടുംബം പറയുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്ങും എത്താതായതോടെയാണ് CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യവുമായി കുടുംബം രംഗത്തേക്കെത്തിയത്. മോള് PSC പഠിക്കാൻ പോയതാ. ഒരു 11 മണി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു. ഷവിനാടും വീടാണെന്നും ചോദിക്കാൻ പറഞ്ഞ് അന്നേരം ബീച്ചിൽ ബാഗ് കിടക്കുന്നെന്നും പറഞ്ഞ് വിളിച്ച്. അന്നേരം ഞങ്ങൾ ഓട്ടോ വിളിച്ച് അന്നേരം പോയി. പക്ഷെ ആളിനെ ഒന്നും അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല. അന്ന് തൊട്ടേ എല്ലാവരും അന്വേഷിക്കുന്നു. പക്ഷെ ഇതുവരെ ഒരു തെളിവില്ല. നമ്മളെ ഒന്ന് ഫോൺ വിളിക്കുക ഒന്നും ഇതുവരെ അറിയത്തില്ല. ഇനി ആരെങ്കിലും കൊണ്ടുപോയി പിടിച്ച് പൂട്ടിയിട്ടേക്കുന്നൊന്നും അറിയത്തില്ല. റജിലയുടെ ശബ്ദമിടറാൻ തുടങ്ങിയിട്ട്, വാക്കുകൾ മുറിഞ്ഞു പോകാൻ തുടങ്ങിയിട്ട്, കണ്ണുകൾ തോരാതായിട്ട് 5 കൊല്ലമാകുന്നു. 2018 ജൂലൈ 17 രാവിലെ 9:30 കടവൂരിൽ PSC പരീക്ഷാ പരിശീലനത്തിനായി പോയതാണ് മൂത്ത മകൾ ഷബ്ന. 11 മണിയോടെ ബാഗും സർട്ടിഫിക്കറ്റുകളും കൊല്ലം ബീച്ചിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ബന്ധുവായ യുവാവിനെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണം. കാര്യമായ പുരോഗതി ഉണ്ടാകാതെ വന്നതോടെ കുടുംബം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകി. തുടർന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തെങ്കിലും അന്വേഷണം എങ്ങും എത്തിയില്ല. അന്നോട്ടേ അന്വേഷണം നടക്കുന്നു. പക്ഷേ ഒന്നും ഇതുവരെ നമുക്ക് ഇതൊന്നും ആളെവിടെ ഉണ്ട്, ജീവിച്ചിരിപ്പോണ്ടോന്നൊന്നും അറിഞ്ഞുകൂടാ. ഹൈക്കോടതി കേസ് അടക്കി. ഇനി 3-ാം തീയതി കേസുണ്ട്. CBIക്ക് കൈമാറണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആവശ്യപ്പെട്ട് അവരെ ഏറ്റെടുത്ത് മോളെ കണ്ടെത്തി തരണം. ജസ്ന തിരോധാന കേസ് CBI ഏറ്റെടുത്ത നടപടിയാണ് കുടുംബത്തിന് പുതിയ പ്രതീക്ഷ നൽകിയത്. CBI അന്വേഷിച്ചാൽ മകളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് കുടുംബത്തിന്റെ വിശ്വാസം. ന്യൂസ് 18 കൊല്ലം. മറ്റൊരു ശുഭകരമായ വാർത്ത വരുന്നു. മൺട്രോ തുരുത്തിൽ നിന്നുള്ള ജങ്കാർ സർവീസ് നിലയ്ക്കില്ല എന്നുള്ളത്. എന്തായാലും ന്യൂസ് 18 വാർത്തയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു രമ്യമായ ഒരു പരിഹാരത്തിലേക്ക് ഇവർ തമ്മിലുള്ള ഉടമയും ജീവനക്കാരും തമ്മിലുള്ള ഒരു പ്രശ്നം പരിഹരിച്ച് ആ ഒരു ശുഭകരമായ വാർത്തയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഷാനോസ് ഡേവിഡ് ചേരുകയാണ്. ഷാനോസ്, എങ്ങനെയാണ് ഈ ഒരു സർവീസ് നിർത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സംയുക്തമായി എല്ലാവരും എത്തിച്ചേർന്നത്? അധികൃതരുടെ ഇടപെടൽ അടക്കമുള്ള വിശദാംശങ്ങൾ. ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഉടമയും ജീവനക്കാരും തമ്മിലുള്ള പ്രശ്നമായിരുന്നില്ല. ഈ ഉടമ കഴിഞ്ഞ കുറെ കാലമായി ഇപ്പോഴും ഉടമയുടെ പേരിൽ തന്നെയാണ് ജങ്കാർ നിലനിൽക്കുന്നത്. പക്ഷെ ഉടമയുടെ ഉപേക്ഷിച്ച ഘട്ടത്തിൽ ജീവനക്കാരിൽ ഒരാൾ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ അടക്കം ലോൺ എടുത്തിട്ടാണ് ഈ ജങ്കാർ സർവീസ് കഴിഞ്ഞ കുറച്ച് കാലം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഒരു ഭീമമായ തുക പിഴ ഈടാക്കാൻ വേണ്ടി തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചതാണ് ഈ പ്രശ്നങ്ങളിലേക്ക് കടന്നുപോയത്. കഴിഞ്ഞ വർഷം 60,000 രൂപ അന്യായമായി പിഴ ചുമത്തിയതോടെയാണ് ഈ ജങ്കാർ സർവീസ് പ്രതിസന്ധിയിലായത്. ഇത്തരം ഒരു നടപടിയിൽ നിന്ന് തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെ അടക്കം നേരിട്ട് കണ്ട് പരാതി സമർപ്പിച്ചിട്ടും ഈ ഉദ്യോഗസ്ഥർ അനുസരിക്കാൻ കൂട്ടാക്കാത്ത ഒരു സാഹചര്യമാണ് മുന്നിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ സർവീസ് നിർത്തിവെച്ചുകൊണ്ട് ഈ മാസം 18-ാം തീയതി തന്നെ പഞ്ചായത്തിൽ നോട്ടീസ് കൊടുത്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം ഈ ജീവനക്കാർ കൈക്കൊണ്ടത്. ഇത്തരം ഒരു തീരുമാനം നടപ്പിലായി ജങ്കാർ സർവീസ് നിലച്ച് മൺട്രോ തുരുത്തിന് പ്രധാനമായും കൊല്ലത്തിന്റെ പല സ്ഥലങ്ങളിലേക്കുള്ള ആക്സസ് അല്ലെങ്കിൽ ഇവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജങ്കാർ സർവീസ് നിലക്കാൻ ഏതാണ്ട് 25 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചാൽ മാത്രമേ കുണ്ടറ വഴി വളരെയധികം ദൂരം ചുറ്റി സഞ്ചരിച്ചാൽ മാത്രമേ കൊല്ലത്തിന്റെ പല സ്ഥലങ്ങളിലേക്കും ഈ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുമായിരുന്നുള്ളൂ. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യം. 3000-3500 ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു പഞ്ചായത്താണ് മൺട്രോ തുരുത്ത്. 4 പാടും വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ നിന്ന് പുറം ലോകത്തേക്ക് എത്തുക എന്ന് പറയുന്നത് പ്രധാനമായും ഈ ജങ്കാർ സർവീസിനെ മാത്രം ആശ്രയിച്ചാണ് ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഈ മൺട്രോ തുരുത്ത് എന്ന് പറയുന്നത് പ്രധാനമായും കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിച്ചൊരു സ്ഥലം കൂടിയാണ്. അവിടേക്ക് വിദേശ വിനോദസഞ്ചാരികൾ അടക്കം കടന്നു വരുന്ന ഒരു ഭൂപ്രദേശം കൂടിയാണ്. അവിടെ ഇങ്ങനെ ഒരു ജങ്കാർ സർവീസ് നിലച്ച്
അത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പഞ്ചായത്ത് ഇന്നലെ രാത്രി വൈകിയും ഈ ഉടമയുമായും അതോടൊപ്പം തന്നെ ഉടമയ്ക്കൊപ്പം ഈ സമരം പ്രഖ്യാപിച്ച് ഈ പ്രതിഷേധം ഇറങ്ങിത്തിരിച്ച ജീവനക്കാരുമായും സംസാരിച്ച് ഇന്ന് രാവിലെ മുതൽ പതിവ് പോലെ ജങ്കാർ സർവീസ് നടത്തണം. അതുകൊണ്ട് ഒരു കാരണവശാൽ ജങ്കാർ സർവീസ് നിർത്താൻ തയ്യാറാവരുത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടാണ്. ശരി, അതാണ് കൊല്ലത്ത് നിന്നുള്ള വിശേഷം. എന്തായാലും മൺട്രോത്തുരുത്തിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. ഇനി റംസാൻ വിശേഷം. റംസാൻ നോമ്പിനായി പ്രത്യേക വിഭവങ്ങൾ ഒരുക്കുന്നവരുണ്ട് മലബാറിൽ. നോമ്പ് തുറക്കാനായി മാത്രം തയ്യാറാക്കുന്ന 100ഓളം വിഭവങ്ങളുണ്ട്. കോഴിക്കോട് കുറ്റിച്ചിറ, മുഖദാർ, പള്ളിക്കണ്ടി മേഖലയിലേക്ക് ഫ്രാൻസിസ് റോഡിൽ തയ്യാറാക്കിയിരിക്കുന്ന പലഹാരങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ക്യാമറാമാൻ വിനോദ് കുമാർ PVയുടെ റിപ്പോർട്ട്. ചട്ടിപ്പത്തിരി എരിവുള്ള, ചട്ടിപ്പത്തിരി മധുരമുള്ള, കട്ട്ലൈറ്റ്, ഉന്നക്കായി, സമൂസ, ഇറച്ചിപ്പത്തിരി, കല്ലുമ്മക്കായി, പിന്നെ എരുന്ത് പപ്സ്, കൽമാസ്, പിന്നെ ചിക്കൻ പോള, പിന്നെ ഉന്നക്കായി, ബ്രെഡ് കബാബ്, എഗ് കബാബ്, ചട്ടിപ്പത്തിരി മധുരമുള്ളത്, പിന്നെ സമൂസ, ബീഫ്, ചിക്കന്, ഫിഷ്, ഇങ്ങനെ 3-4 ഐറ്റം. കാട പൊരിച്ചത്, പിന്നെ കാടമുട്ട മസാല ഇട്ടത്, കാടമുട്ട പൊരിച്ചത്, കോഴിമുട്ട പൊരിച്ചത്, പിന്നെ ഗ്രീൻ പീസ്, പിന്നെ പാൽക്കാവ, കട്ടൻകാവ, പിന്നെ മറ്റേ കോഴി പൊരിച്ചത്, ഇങ്ങനെ കുറേ ഐറ്റംസുകളുണ്ട്. നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ 2 മണി വരെ നമ്മളുണ്ടാവും പുലർച്ച. പിന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളുണ്ട്. കാട പൊരിച്ചതുണ്ട്, കാടമുട്ട പൊരിച്ചത്, പിന്നെ ഇങ്ങനത്തെ പലഹാര ഐറ്റംസ്, കടക്ക നിറച്ചത്, ഉന്നക്കായി, സമൂസ, പിന്നെ കുറേ ഐറ്റംസുകൾ. പ്രഭാത കേരളം അതിന്റെ അവസാന നിമിഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ന് കനകക്കുന്ന് പാലസിൽ നിന്നാണ് അവിടുത്തെ മനോഹര കാഴ്ചകൾക്കൊപ്പമാണ് വാർത്തകളും വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇനി ബാക്കി വാർത്തകളൊക്കെ തന്നെ നമുക്ക് ന്യൂസ് ഡെസ്കിൽ നിന്ന് കാണാം. പ്രഭാത കേരളം നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്ത ഇന്നു മുതൽ നടപ്പിലാവുന്ന ആ വിലവർദ്ധനവിന്റെ തുടർ പ്രതികരണങ്ങളും നീക്കങ്ങളും ഒക്കെ UDFന്റെ പ്രതിഷേധമടക്കമുള്ള നീക്കങ്ങളും ഇന്നത്തെ ദിവസം നിർണായകമാണ്. ചിന്നക്കനാലിൽ നിന്നുള്ള അരിക്കൊമ്പൻ കാഴ്ചകളുണ്ടാവും. ഒപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കോഴിക്കോട് നമ്മൾ കണ്ട തീപിടുത്തം അതെന്തായി എന്നടക്കമുള്ള തുടർ വാർത്തകളും വരുന്ന ബുള്ളറ്റിനുകളിൽ ന്യൂസ് 8 എല്ലാ പ്രേക്ഷകർക്കും കാണാൻ കഴിയും. എല്ലാവരും കാത്തിരിക്കുക. എന്തായാലും കനകക്കുന്നിൽ നിന്നും പ്രഭാത കേരളം ഇന്നത്തേത് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.